ചടങ്ങുകളൊക്കെ തുടങ്ങാൻ പോവുകയാണ്. അതിന് ഈശ്വര പ്രാർത്ഥനയോടുകൂടി ചടങ്ങ് നമ്മൾ തുടങ്ങുകയാണ്. ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി സിയ മരിയ ജെയിംസിനെ ക്ഷണിച്ചു കൊടുക്കുന്നു. പിന്നെ ഇവിടെ കാഞ്ഞിരപ്പുഴയിൽ 27 പൂത്തോട്ടത്തിലൊക്കെ മാണിച്ചേട്ടൻ്റെ പേര്. പ്രിയപ്പെട്ട BYCയുടെ കരുത്തരായ മെമ്പർമാരെ, അവരുടെ കുടുംബാംഗങ്ങളെ, കുഞ്ഞുമക്കളെ, സഹോദരീ സഹോദരന്മാരെ, ഏകദേശം 16 വർഷങ്ങൾക്ക് മുമ്പ് പേരാവൂരിൽ പിറവിയെടുത്ത പേരാവൂർ യൂത്ത് ചേംബർ എന്ന ഈ മഹാപ്രസ്ഥാനം, പേരാവൂർ യൂത്ത് ചേംബർ എന്ന ഈ മഹാപ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ആളുകളുടെ ബാഹുല്യം കൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എണ്ണം കൊണ്ടോ അല്ല, കാച്ചി പൊറുക്കിയെടുത്ത 10, 20, 22, 25 വരുന്ന മെമ്പർമാരാണ്. വളരെ ശക്തമായ ഒരു രക്തത്തിലെ മുത്തുമണികളെന്ന് പറയുന്നത് വളരെ ശക്തമായി നിലകൊള്ളുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് പേരാവൂർ യൂത്ത് ചേംബർ എന്ന BYC. ഈ BYCയുടെ ചരിത്രം പറയുകയാണെങ്കിൽ BYCയുടെ തുടക്കകാലം കൊണ്ട് ഇതിലുള്ള എല്ലാവർക്കും അറിയാം, വളരെ മൂസയിലേക്ക് ഇട്ട് വാർത്തെടുക്കുക എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ ഓരോ അംഗങ്ങളെയും പലതരം ക്ലാസുകൾ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട കാര്യമാണ് പലതരം ക്ലാസുകൾ. അതായത് നമ്മുടെ നല്ലൊരു സംസ്കാര സമ്പന്നരായി, സമൂഹത്തിന് വേണ്ടപ്പെട്ടവരായി, നാടിന് വേണ്ടപ്പെട്ടവരായി, നേതൃത്വ ശേഷിയുള്ളവരാക്കി മാറ്റിയ ഒരു മഹാപ്രസ്ഥാനമാണ് പേരാവൂർ യൂത്ത് ചേംബർ. ഈ പ്രസ്ഥാനത്തിലൂടെ പല പല വികസന പ്രവർത്തനങ്ങളും പേരാവൂരിന് നടന്നിട്ടുണ്ട്. 10, 20 പേര് വരുന്ന ഒരു സാധാരണ ക്ലബ്ബ് ഒരു ബസ് വാങ്ങി ഈ നാടിന്റെ മുക്കിലും മൂലയിൽ ഓടിച്ച, അതുവഴി ജനങ്ങളെ പേരാവൂരിലേക്ക് ആകർഷിച്ച, ജനങ്ങളിൽ നിന്ന് മതിപ്പുളവാക്കിയ ഒരു പ്രസ്ഥാനമാണ് BYC. ഇതുകൂടാതെ ഇന്ന് പേരാവൂരിൽ നടക്കാനിരിക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന പലതരം മാരത്തോണുകൾ, അതിൽ പ്രധാനപ്പെട്ട മാരത്തോൺ നമ്മുടെ തൊണ്ടിയിൽ നടക്കുന്ന മാരത്തോൺ. ഈ മാരത്തോണിന്റെ ഉത്ഭവം BYCയിൽ നിന്നാണ്. BYCയിലുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ചിന്തയിൽ നിന്നാണ് പേരാവൂർ മാരത്തോൺ എന്ന സംഭവം ഉരുത്തിരിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ ഒട്ടനവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ പല നാനാതുറയിലുള്ള ആളുകൾക്ക് പല കാലങ്ങളിലായി ചെറുതും വലുതുമായ പല ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുവാൻ പേരാവൂർ യൂത്ത് ചേംബറിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ നമ്മുടെ ഓരോ
ഉന്നതിയിലെത്തിക്കാൻ വേണ്ടുന്ന പലതരം പ്രവർത്തനങ്ങൾ. നമ്മുടെ ഈ കൂട്ടത്തിലുള്ള 20 ആളുകളിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ അമരക്കാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ അമരക്കാരനോ അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു കച്ചവടക്കാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മുൻപന്തിയില്ലാത്ത ഒരാളെ പോലും ഈ PYC ഇല്ല. പല തുറകളിലും കൈവരിച്ചിട്ടുള്ള പേരാവനെ എന്ത് നടത്തണമെങ്കിലും PYCയുടെ അംഗങ്ങളില്ലാത്ത ഒരു പരിപാടികൾ നടന്നിട്ടുണ്ടാവില്ല. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് ഈ PYCയുടെ മെമ്പറായിരിക്കുക എന്നത് തന്നെ നമ്മൾ ഓരോരുത്തരും അഭിമാനമാണ്. അപ്പോൾ കുട്ടികളുടെ കലാപരിപാടികളുണ്ട്, മുതിർന്നവരുടെ കലാപരിപാടികളുണ്ട്. എല്ലാവരും കലാപരിപാടിയിൽ മത്സരമില്ല, ഇതിലെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ ഒരു പരിപാടികളും അവതരിപ്പിക്കാത്ത ആരും ഉണ്ടാവാൻ പാടില്ല. ഒന്നുമില്ല പ്രത്യേകം അവിടെ നിന്ന് മറക്കം അറിയുകയും വേണം. അതെങ്കിലും ചെയ്യാത്ത ആരും ഈ PYC ഇല്ല തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മളായാലും നമ്മുടെ ഭാര്യമാരായാലും നമ്മുടെ കുട്ടികളായാലും അത്തരം കഴിവ് എന്തെങ്കിലും ഒരു പെർഫോമൻസ് ചെയ്യാൻ കഴിവില്ലാത്ത കാര്യം ഈ കമ്മിറ്റി ക്ലബിലോ PYCയിലോ ഇല്ല. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണം ഈ കാര്യത്തിൽ ഉണ്ടാവണം. നമ്മുടെ ഈ പരിപാടി വൻ വിജയമാക്കണം. നമുക്കൊരു ദിവസം വളരെ സന്തോഷത്തോടു കൂടി ഈ ഓണാഘോഷം ഈ കുടുംബവേളി നടത്തി നമുക്ക് നല്ല സന്തോഷത്തോടു കൂടി ചെയ്യാം. നല്ലൊരു ഇതിനോട് നമുക്ക് ഇനി അടുത്ത പരിപാടിയിലേക്ക് വേണ്ടുന്ന അടുത്ത പരിപാടി നടത്താനുള്ള ഊർജ്ജം നമുക്ക് ഈ പരിപാടികളിലൂടെ ലഭിക്കണം. അത് തീർച്ചയായിട്ടും നമ്മൾ ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്കായിട്ട് പല കലാപരിപാടികളുണ്ട്. അതുപോലെ അത്യാവശ്യം വേണ്ടുന്ന ചെറിയ ചെറിയ സ്നാക്സുകൾ കമ്പവലിയുണ്ട്. അതുപോലെ മറ്റ് അത്തരത്തിലുള്ള പല പരിപാടികളും നമ്മളിവിടെ നടത്തുന്നുണ്ട്. അതുപോലെ ആളുകൾക്ക് വളരെ സസ്പെക്റ്റായിട്ട് ഒരു മത്സരമുണ്ട്. ഇപ്പം പറയില്ല, ഇപ്പം പോയി ട്രെയിൻ ചെയ്യുന്നതാണ്, അത് പറയുന്നില്ല. പ്രസിഡന്റ് ഇതിന്റെ ഉദ്ഘാടനം കൂടിയായ ശ്രീ ഷിനോജ് നെടുതൂക്കിനെ പ്രത്യേകം സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ ഈ PYCയുടെ പ്രസിഡന്റ്, നമ്മുടെ കരുത്തരായ പ്രസിഡന്റ്, അധികം ശബ്ദവും അധികാരവും ശബ്ദിക്കുന്ന പ്രവൃത്തിയിൽ മികച്ച കാർക്കശ്യമുള്ള ശ്രീ ജെയിംസ് ചക്കനാൽ നമ്മുടെ പ്രസിഡന്റ്, അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ സെക്രട്ടറി എന്ന് പറയുമ്പോൾ കാണുമ്പോൾ വളരെ സരസനാണ്, വളരെ പക്ഷേ അങ്ങനെയല്ല. നമുക്ക് കാര്യത്തിൽ എല്ലാ കാര്യത്തിലും ഒരു കണ്ണ്, അദ്ദേഹത്തിന്റെ ഒരു കൈമുദ്ര എല്ലാ കാര്യത്തിലുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേകം അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. നമ്മുടെ ട്രഷർ എന്ന് പറയുമ്പോൾ അമിതമായിട്ട് ആരോടും ഒന്നും രാജ്യം സംസാരിക്കില്ലെങ്കിൽ വളരെ നൈസായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരാണ്. വളരെ നൈസായി നമ്മുടെ ട്രഷർ എന്നിട്ട് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ശ്രീ ടോമിച്ചൻ പ്രത്യേകം ആശംസകളും അഭിനന്ദനങ്ങൾ തരികയാണ്. അതുപോലെ തന്നെ കൂടിയിരിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ തന്നെ മനസ്സിന് സന്തോഷമാണ്. അവരുടെ ബന്ധോട് ചിരിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഈ സദസ്സിൽ നല്ലൊരു തോന്നുന്നത്. എല്ലാ കുട്ടികൾക്കും അറിയുന്നില്ല, പക്ഷേ കുട്ടികൾക്ക് തന്നെ ആശംസകൾ അറിയിക്കുകയാണ്. അതുപോലെ മെമ്പർമാർ, നമ്മുടെ എല്ലാവരുടെയും ഭാര്യമാരുടെ എത്തിയിട്ടായിരുന്നു സ്ഥലം തന്നെ, അവർക്കെല്ലാം പ്രത്യേക അഭിനന്ദനങ്ങൾ നൽകിയാണ്. കാരണം ഇങ്ങനെ ഇത്രയും ശക്തമായിട്ട് നമ്മുടെ പിന്നിൽ ഈ പരിപാടിക്ക് വേണ്ടി ഇവിടെ വരാനുള്ള മാനസികാവസ്ഥ അവർക്ക് ഉണ്ട്. അപ്പോൾ അവർ എത്തിയതിൽ വളരെ പ്രത്യേക അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ്. ഈ പരിപാടിക്ക് വേണ്ടി, ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അനുകരിക്കുന്നതിന് വേണ്ടി ശ്രീ ജെയിംസ് ചക്കനാലെ ഇവിടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എത്തിച്ചേർന്ന ഷിനോജ് നെടുതൂക്കിൽ, സെക്രട്ടറി രാജ സാറെ, അതുപോലെ തന്നെ നമ്മുടെ PYCയുടെ കരുത്തരായ ട്രഷറർ ടോമിച്ച, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന PYCയുടെ കരുത്തരായ മെമ്പർമാരെ, ഫാമിലി സുഹൃത്തുക്കൾ, ആദ്യം തന്നെ ഈ വന്ന ഫാമിലിയോട് ഒരു ക്ഷമ ചോദിക്കുകയാണ്. കാരണം നമ്മൾ 4:30 പറഞ്ഞ പരിപാടി 6:30 തുടങ്ങിയപ്പോൾ അത് ആദ്യം എത്തിച്ചേർന്ന 4:05 ഞാനെത്തി. 4:05 ഞാൻ വിനോദോട്ടം ഇവിടെ എത്തി. അതിനുശേഷം ഏറ്റവും തിരക്കുള്ള മനുഷ്യനാണ് ശരിയായിട്ട്. പല മീറ്റിങ്ങിലും പല പരിപാടികളുള്ളതുകൊണ്ട് പല മീറ്റിങ്ങുകളും ഒഴിവാക്കിയിട്ട് പുള്ളി പറഞ്ഞ് എന്താ ജെയിംസ് ഞാൻ എത്തും. അങ്ങനെ പല പരിപാടികളും നമ്മൾ നേരത്തെ നിശ്ചയിച്ച പരിപാടികൾ പോലും മാറ്റി വെച്ചിട്ട് പുള്ളി കറക്റ്റ് 4:55 ബാക്കി മെമ്പർമാർക്ക് എല്ലാവർക്കും തിരക്കൊക്കെ ഉണ്ടാകും. പക്ഷേ നമ്മൾ 2-3 മാസം മുമ്പ് നമ്മൾ ഡിക്ലെയർ ചെയ്ത പരിപാടിയാണ് ഫാമിലി പരിപാടി. മെമ്പേഴ്സിൻ്റെ പരിപാടിയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് ഒന്ന് അങ്ങോട്ടും സൗഹൃദം പങ്കുവെച്ച് നമുക്ക് കുഴപ്പമില്ല. എത്ര 10 മണിയായാലും 11 മണിയായാലും തിരിഞ്ഞു പോകാം. ഭാര്യയും മക്കളും വീട്ടിലുണ്ട്, പേടിക്കേണ്ട. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. നാളെ വർക്കിംഗ് ഡേ ആണ്, നാളെ തിങ്കളാഴ്ചയാണ്. എല്ലാവർക്കും സ്കൂളിൽ പോകണം, പിള്ളേർക്ക് പോകണം, പലയാൾക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യമുണ്ട്. പക്ഷേ
ഒരു 1-2 മാസം മുമ്പ് ഒരു ഡിക്ലെയർ ചെയ്ത പരിപാടിക്ക് വരാതെ നമ്മൾ മനഃപൂർവ്വം തന്നെ പറയാം. നമുക്ക് അറിയാം, എല്ലാവർക്കും തിരക്കുണ്ട്. നമുക്കൊരു ഹോസ്പിറ്റൽ കേസോ ഒരു മരണം, ഹലോ കേൾക്കുന്നുണ്ടോ, ഒരു മരണത്തെ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ മാത്രമേ നമുക്കത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിട്ട് വരും. ബാക്കി ഈ പറഞ്ഞിട്ട് വരാത്ത വളരെയേറെ വിഷമമുണ്ട്. ഞാൻ പ്രസിഡന്റായി ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുടുംബത്തോട് അല്ലെങ്കിൽ നമ്മുടെ പുറത്ത് വന്ന ഫാമിലിയോട് നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അത് ഇനിയെങ്കിലും ദയവായി ഒരു മെമ്പർമാരെ, ഞാൻ പ്രസിഡന്റ്, നമ്മുടെ PST ആയാലും ആരായാലും നമ്മുടെ മെമ്പർമാരാണെങ്കിൽ ദയവായി ഇനി അങ്ങനെ ആവർത്തിക്കരുത്. ഇവിടെ വന്നിരിക്കുന്നവരെ അപമാനിക്കുന്ന, ആദ്യം വരുന്നവരെ അപമാനിക്കുന്ന തുല്യമാണെന്ന് എനിക്കതിനകത്ത് പറയാനുള്ളത്. നമ്മൾ 7 മണിയാകുമ്പോൾ നമ്മുടെ പരിപാടി തീർത്ത് ഗാനമേള നമ്മൾ ഇടയ്ക്ക് സെറ്റ് ചെയ്തിരിക്കും. നമ്മൾ എത്ര പൈസ കൊടുത്തപ്പോൾ നടക്കുന്നതാണ് ഗാനമേള ഗ്രൂപ്പ്. അവരൊരു 7 മണിയാകുമ്പോൾ എത്തിച്ചേരാൻ, നമ്മൾ 7 മണി തുടങ്ങി 8:15 ആകുമ്പോഴത്തേന് അവരുടെ പരിപാടി തീർന്ന് 8:30 ഭക്ഷണം കൊടുത്ത് ഒരു 9:30 ആകുമ്പോൾ വളരെ ഭംഗിയായിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ട് പോകണമെന്ന് വെച്ച പരിപാടി 6:45. അത് ഒന്നും കൂടെ ഞാൻ ഇവിടെ വന്ന ഫാമിലിയോട് പേരാവൂർ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. അധികം എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നമ്മുടെ ഈ ചാരിറ്റി പ്രവർത്തനം നമുക്കറിയാം, പേരാവൂർ യൂത്ത് കോൺഗ്രസ് ആരംഭിച്ചുകൊണ്ടത് ഒരു നമ്മുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി നമ്മളൊന്നും മറ്റുള്ള ക്ലബ്ബ് ചെയ്യുന്ന പോലെയോ മറ്റുള്ള സംഘടന ചെയ്യുന്ന നമ്മൾ പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് ഒരു ചാരിറ്റി പ്രവർത്തനം നമ്മൾ ചെയ്യുന്നില്ല. നമുക്കറിയാം ഏകദേശം ഒരു 50,000 രൂപയുടെ അടുത്ത് നമ്മൾ ഈ പുതിയ PST വന്നതിന് ശേഷം 50,000 രൂപ ചാരിറ്റി പ്രവർത്തനം നമ്മൾ നടത്തിയിട്ടുണ്ടായി. അത് നമ്മുടെ മെമ്പർമാർക്കും നമ്മുടെ ഗ്രൂപ്പിനും മാത്രം അറിയുന്ന കാര്യമാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം. ഉള്ളവരോ ഇല്ലായോ ഒന്നും നോക്കിയിട്ടല്ല, പക്ഷെ നമുക്ക് നമ്മുടെ മുമ്പിൽ വരുന്ന ആൾക്കാർക്ക് അതിന് ഒരു കൈത്താങ്ങായി യൂട്യൂബ് മാറിയിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് നമ്മുടെ ആ റിപ്പോർട്ട്. അടുത്തത് നമ്മുടെ പുതിയ നേതൃത്വം ജനുവരി ആകുന്നതിന് വരും. ആ സമയത്ത് ഫാമിലി മീറ്റിങ്ങിന് ഇതുവരെയുള്ള റിപ്പോർട്ടുകളും വായിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ പ്രാസം പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ മീറ്റിംഗ് നമ്മൾ അധികം കൊടുക്കുന്നത് നമ്മുടെ ഫാമിലിയായിട്ട് ഓണാഘോഷം കുറച്ച് ലേറ്റായി കൂടി എല്ലാവർക്കും വീണ്ടും ഒരു ഓണാഘോഷം പ്രസിഡന്റ് ഞാൻ ചെയ്തിരുന്നു. നമുക്ക് ആരും ഒരു പരിപാടി പങ്കെടുക്കാതെ മാറിയിടാൻ പാടില്ല. ഒരുപാട് സമ്മാനങ്ങൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, കമ്പവലികൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പാട്ടും ഡാൻസും ആസ്വദിച്ച് വളരെ ഭംഗിയായിട്ട് മനോഹരമായി ഈ പരിപാടി ആസ്വദിക്കണം. ആരും മാറിയിരിക്കാൻ പാടില്ല. പ്രായം ഭേദമന്യേ എല്ലാവരും നമ്മുടെ കൂട്ടായ്മയിലേക്ക് മുന്നോട്ട് കടണമെന്ന് വളരെ ഭംഗിയായി ഈ പരിപാടി നടത്തണമെന്ന് മാത്രമാണ് പ്രസിഡന്റ് എനിക്ക് പറയാനുള്ളത്. അടുത്തതായിട്ട് നമ്മുടെ ഉദ്ഘാടകനായിട്ട് എത്തിച്ചേർന്ന ഷിനോയ് നെഞ്ചൂക്കിൽ ഈ പരിപാടി യൂത്ത് തിയേറ്ററിന്റെ 2025 വർഷത്തെ ഓണാഘോഷത്തിലൂടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഷിനോയ് നെഞ്ചൂക്ക് സാറെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ ഓണാഘോഷ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം നൽകിയിരിക്കുന്ന നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ് ജെയിംസ് തേങ്ങന, അതുപോലെ നമുക്ക് ഏവർക്കും സ്വാഗതം പറഞ്ഞ UFC-യുടെ നമ്മുടെ വൈസ് പ്രസിഡന്റും അതുപോലെ പ്രോഗ്രാം ഡയറക്ടറുമായ വിനോദ്, നമ്മുടെ ജനറൽ സെക്രട്ടറി രാജേഷ് സാർ, അതുപോലെ ട്രഷറർ ടോമി, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നമ്മുടെ മുൻ പ്രസിഡന്റുമാരായ OJ ബെന്നി, പ്രദീപൻ മുതലത്ത്, അതുപോലെ രക്ഷാധികാരി ബെന്നി AM അടക്കമുള്ള PYC-യുടെ മുതിർന്ന നേതാക്കന്മാര്, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന PYC-യുടെ മെമ്പർമാരെ, കുടുംബാംഗങ്ങളെ, അതുപോലെ കുട്ടികളെ, എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഓണത്തിന്റെ ആശംസകൾ അർപ്പിക്കുക. ഈ ഓണത്തിന്റെ ആശംസകൾ അർപ്പിക്കുമ്പോൾ എനിക്കൊരു ചെറിയൊരു കുറ്റബോധം തോന്നിയാണ്. കാരണം ഓണം ചിങ്ങമാസത്തിലാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. നമ്മൾ ചിങ്ങം കഴിഞ്ഞു കന്നിമാസത്തിലേക്ക് കടന്നു. എന്നാലും PYC-യിലെ കരുത്തന്മാരായ നേതാക്കന്മാർ പല സംഘടനകളിലും പല രീതിയിലുള്ള ഓണാഘോഷങ്ങൾക്ക് ശേഷമാണ് നമുക്കിന്ന് ഇവിടെ ഒരു ഓണാഘോഷത്തിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചത്. എന്നാലും PYC കുടുംബവുമായിട്ട് ഒന്നിച്ച് ഒരു ഓണാഘോഷത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിനുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. അതിനുവേണ്ടി ശ്രമം നടത്തിയ നേതാക്കന്മാരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് 2 പരിപാടികളാണ് ഇവിടെ നടത്തുന്നത്. ഓണാഘോഷ പരിപാടി, അതുപോലെ PYC-യിലെ മെമ്പർമാരുടെ മക്കൾക്കുള്ള SSLC, +2, അതുപോലെ വിവിധ മേഖലകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവുമാണ് ഇവിടെ നടത്തപ്പെടുന്നത്. നേരത്തെ വിനോദ്, പ്രോഗ്രാം ഡയറക്ടറായ വിനോദ് കുറച്ച് കാര്യങ്ങൾ, സംഘടനാപരമായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്നോട് ഉദ്ഘാടനത്തിന് ജെയിംസ് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു 10 മിനിറ്റ് നിങ്ങൾ സംസാരിക്കുകയായിരുന്നു ചോദിച്ചു. അപ്പൊ 10 മിനിറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഏതായാലും നിങ്ങൾക്ക് ബോറടിക്കുന്നവർക്ക് കൈവക്കിയാൽ ഞാനവിടെ കാര്യങ്ങൾ അവസാനിപ്പിക്കും. അപ്പോൾ PYC എന്നുള്ള പ്രസ്ഥാനം പേരാവൂര് 13 വർഷങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിക്കുമ്പോൾ വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് നമ്മൾ തുടക്കം കുറിച്ചത്. നമുക്കറിയാം, സമാന ചിന്താഗതികളായ ഒരു ചെറുപ്പക്കാരുടെ
കൂട്ടായ്മ എന്നുള്ളതാണ് നമ്മുടെ PYC-യിലൂടെ ഉദ്ദേശിച്ചത്. അത് 15 വർഷം 14 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾക്ക് ചെറുപ്പക്കാരായിരുന്നു. ഇന്നിപ്പോൾ കുറച്ച് മധ്യവയസ്കന്മാരും ഒക്കെ ആയിട്ടുണ്ട്. അത് നമ്മുടെ കുറ്റമല്ല. എന്നാൽ മനസ്സുകൊണ്ടും ഒക്കെ നമ്മൾ ഇന്നും ചെറുപ്പമായിട്ട് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് ആ PYC എന്ന പേരിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് തന്നെ നമ്മൾ പോവുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മളൊരു ട്രെയിനിങ് ബേസ്ഡ് ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിൽ മുന്നോട്ട് വരികയാണ് ഉണ്ടായത്. സൗണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? പറയുന്നത് ക്ലാരിറ്റി കൂടെ ഉണ്ടോ? അപ്പൊ ഒരു ട്രെയിനിങ് ബേസ്ഡ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് വന്നു. നല്ല നല്ല ട്രെയിനുകൾ നമ്മുടെ ആദരണീയനായ തോമസ് പുതുപ്പളക്കാൽ സാറിന്റെ നേതൃത്വത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഇതിന്ന് എണീറ്റ് നിന്ന് സംസാരിക്കുവാൻ വിട്ടുപറയ്ക്കുന്ന ഞാനടക്കം ഇന്ന് നിങ്ങൾ കുറച്ചു പേരൊക്കെ ഉണ്ടെങ്കിലും ഒരു വിലയില്ലാതെ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ PYC-യുടെ കരുത്ത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള നല്ല മോട്ടിവേഷനുകളും ട്രെയിനിങ്ങുകളിലുമൂടെ നല്ല വ്യക്തിത്വമുള്ള കുറച്ച് ആളുകളെ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് PYC തുടക്കം കുറിച്ചത്. ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷം നമ്മുടെ മാരത്തോൺ അടക്കമുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ, അതുപോലെ നമ്മുടെ ഡെന്നീസ് ജോസഫിന്റെ നേതൃത്വത്തിൽ നമ്മൾ മാരത്തോൺ അടക്കമുള്ള ആരോഗ്യപരമായ കാര്യങ്ങൾക്കും ഊന്നൽ നൽകിക്കൊണ്ട് വ്യത്യസ്തമായ രീതിയിലേക്ക് PYC മുന്നോട്ട് വന്നു. നമ്മൾ മാരത്തോൺ 21 കിലോമീറ്റർ ഓടിയ ആളുകളാണ് നമ്മൾ ഇരിക്കുന്നത്. അതൊക്കെ പേരാവൂർ മേഖലയിൽ ശരിക്കും പറഞ്ഞാൽ മാരത്തോൺ പോലുള്ള വലിയ ഇവന്റുകൾക്ക് തുടക്കം കുറിക്കുവാനുള്ള ഒരു മാനസികമായ തുടക്കം PYC-യിൽ നിന്ന് ഉണ്ടായെന്ന് നമുക്ക് അഭിമാനത്തോടെ കൂടി തന്നെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. ഇന്നും അതിന്റെ PSF ആണ്. നമ്മൾ ചേംബറും PYC-ഒക്കെ കൂടി തുടങ്ങിയെങ്കിൽ ഇന്ന് PSF-ന്റെ നേതൃത്വം നടക്കുന്ന കേരളത്തിലെ തന്നെ മനോഹരമായ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും ഒന്നാം നമ്പർ എന്ന് വിശേഷിപ്പിക്കാവുന്ന മാരത്തോണിലേക്ക് നമ്മൾ പേരാവൂർ എത്തി നിൽക്കുകയാണ്. അതിന്റെ മുൻ ട്രഷറായ നമ്മൾ പ്രദീപൻ പുത്തലത്ത് അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും PYC എന്നുള്ള കൂട്ടായ്മ വളരെ നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് വന്നു. ഇന്നിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓണാഘോഷം താമസിച്ചതുപോലെ തന്നെ നമ്മൾ വിവിധ സംഘടനകളിലുള്ള നേതാക്കന്മാരായി മാറി സംഘടനാപരമായും മറ്റ് പല മേഖലകളിലുമുള്ള നേതൃത്വം വഹിക്കുന്ന ആളുകളായി നമ്മൾ PYC-യുടെ ആളുകൾ മാറിയതിന്റെ ഒരു ദിക്താനുഭവമാണ് ഇന്നിപ്പോൾ ഈ പരിപാടിക്ക് നമുക്ക് ആളുകളുടെ കുറവും അല്ലെങ്കിൽ പരിപാടി താമസിക്കാനുള്ള സാഹചര്യമുണ്ടായിരുന്നു. അപ്പൊ എന്നാലും നമുക്ക് പ്രതീക്ഷയുള്ളത് നമ്മൾ ഇതുകൊണ്ട് മറ്റ് പല നേതൃത്വ മേഖലകളിലും PYC-യുടെ ആളുകൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമായിട്ട് തന്നെ എടുത്തു പറയുകയാണ്. ഏതായാലും നമ്മൾ ഇന്നത്തെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ആദരവേറ്റ് വാങ്ങുന്ന വിദ്യാർത്ഥിനികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലെ നേട്ടങ്ങളുടെ ഒരു തുടക്കം മാത്രമാണ്. SSLC ആണെങ്കിലും +2 ആണെങ്കിലും അതുപോലെ ചെറിയ തുടക്കത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഈ അംഗീകാരം നിങ്ങൾക്കൊരു പ്രചോദനമായി എടുത്ത് ആ ഒരു തുടക്കത്തിൽ മാത്രമായിട്ട് ഇത് കാണുക. അപ്പം ജീവിത വിജയം നേടുക എന്നുള്ള നമ്മൾ പല മോട്ടിവേഷൻ സ്പീക്കേഴ്സിന്റെ വാക്കുകൾ നമ്മൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് പറയാറുണ്ട്, നമ്മുടെ പേരൻസ് പറയുന്ന ഒരു കാര്യമാണ് ജീവിതത്തിൽ വിജയം നേടണമെന്നുള്ളത്. ജീവിത വിജയം എന്നുള്ളത് വ്യക്തമായിട്ടും പല രീതിയിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കും. കാരണം ജീവിതത്തിൽ ഞാനത് ഈ അടുത്ത കാലത്ത് കേട്ട ഒരു കാര്യം, അതൊരു ഏതോ ഒരു വ്യക്തി പറഞ്ഞൊരു കാര്യമാണ്. ജീവിതത്തിൽ 3 സത്യങ്ങളാണുള്ളത്. 1 ജനനം, 2 മരണം, 3 ജീവിതം. ജനനം എന്നുള്ളത് നമ്മൾ എവിടെ ജനിക്കുന്നു, ആരുടെ മകനായി ജനിക്കുന്നു, ആരുടെ മകളായി ജനിക്കുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമില്ല. അത് എവിടെ വേണമെങ്കിലും ചിന്തിക്കാം. അതുപോലെ മരണം എന്നുള്ളത് നമ്മളെപ്പം മരിക്കും, എവിടെ മരിക്കും, എങ്ങനെ മരിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റുകയില്ല. എന്നാൽ ജീവിതം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നതാണ്. നമ്മുടെ ജീവിതം നമ്മളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഞാൻ ആരാകണം? ഒരു ഡോക്ടറാവണം, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവണം, ഒരു പട്ടാളക്കാരനാവണം, അല്ലെങ്കിൽ ഒരു ടീച്ചറാവണം, അല്ലെങ്കിൽ ഒരു സംരംഭകനായ ഒരു 10 പേർക്ക് തൊഴിൽ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരനായി മാറണം, അല്ലെങ്കിൽ ഒരു പ്ലാനർ ആവണം എന്നൊക്കെ വിചാരിക്കേണ്ടത്, തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പം ആ ഒരു തീരുമാനത്തിലൂടെ
മഴയുടെ സൗണ്ട് കൊണ്ട് ഞാൻ പറയുന്നതിൽ മനസ്സിലാകുന്നുണ്ടോ? അല്ലെങ്കിൽ നിർത്താം, അതുകൊണ്ടാണ്. അപ്പം അടുത്തത് എനിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഓണാഘോഷ പരിപാടിയുടെ ഉദ്ഘാടനമാണ്. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓണത്തിൻ്റെ ചിങ്ങമാസം കഴിഞ്ഞു എങ്കിലും നമ്മുടെ PYC ഓണം നമുക്ക് മനോഹരമാക്കി മാറ്റണം. നമ്മൾ കുറച്ച് ലേറ്റായി പോയി. 4:30 സമയം പറഞ്ഞെങ്കിലും 5 മണി സമയം പറഞ്ഞെങ്കിലും 6:30 നമ്മുടെ ട്രെയിനിങ്ങുകളൊക്കെ കഴിഞ്ഞ ആളുകളാണ്. നമ്മുടെ പഞ്ച്വാലിറ്റി നമ്മൾ തെളിയിച്ചു. അപ്പോൾ ആദ്യം വന്ന ആളുകൾക്ക് ബോറടിച്ചെങ്കിലും നമ്മൾ അതിനുവേണ്ടി കാത്തിരുന്നു. നമുക്കിന്ന് സ്പെൻഡ് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ നമ്മുടെ PD അടക്കമുള്ള ടീമുകൾ ഇവിടെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. മനോഹരമായ കളികളും നമുക്ക് ഒന്നിച്ച് ഉള്ള പല പരിപാടികളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ചെറുപ്പകാലത്തിൽ ഞങ്ങളെ പ്രായമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓണം എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതായത് ഓണം വരുന്നത് കാത്ത് നമ്മൾ നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കേൾക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിർത്താറുണ്ടോ? അപ്പം ഓണം എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയോടെയാണ് ഞങ്ങളുടെ തലമുറ കണ്ടിരുന്നത്. സ്കൂളുകൾ അടയ്ക്കുന്നതും സ്കൂളുകൾ അടയ്ക്കുമ്പോൾ ആ ഓണത്തിന് കിട്ടുന്ന ഒരു ഓണക്കോടിയൊക്കെ ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു. അല്ലെങ്കിൽ ഓണത്തിന് കിട്ടുന്ന ഓണസദ്യ ഇന്നും അതിൻ്റെ രുചിഭേദങ്ങൾ നമ്മുടെ നാവിൻ മുമ്പിലുണ്ട്. അതുപോലെ ഓണത്തിന് നമ്മൾ അത്തപ്പൂവൊക്കെ ഇടുന്നത് അന്നൊക്കെ 10 ദിവസം, അന്ന് 10 ദിവസം വരെ നമ്മൾ അത്തപ്പൂ ഇടുമായിരുന്നു. തിരുവോണം വരെ അത്തപ്പൂ ഇടുമായിരുന്നു. അതുപോലെ ഓണക്കളികൾക്കൊക്കെ ഒരു വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കാലം മാറി, ഓണത്തിൻ്റെ ചിന്തകൾ മാറി, നമ്മുടെ പുതിയ തലമുറ മാറ്റങ്ങളിലേക്ക് വന്നു. ഓണക്കോടി എന്നുള്ളത് സ്ഥിരമായി കിട്ടുന്ന ഒരു സാധനമായി. കാരണം സ്ഥിരമായ ഡ്രസ്സുകൾ നമ്മൾക്ക് കിട്ടുന്നുണ്ട് പുതിയ തലമുറയിൽ. അതുപോലെ സദ്യകളൊക്കെ സുലഭമായി മാറി. എന്നും സദ്യകളാണ്. അതുപോലെ ഓണക്കളികൾ എന്നുള്ളത് അന്നൊക്കെ ഒരു ജോയിന്റ് ഫാമിലി, നമ്മുടെ വീടുകളിൽ കൂടുതൽ അംഗങ്ങളുണ്ടായിരുന്നു. വീടുകളിലും അല്ലെങ്കിൽ അയൽപക്കത്തുമൊക്കെ കളിക്കാനും കൂട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ 4 മതിലുകൾക്കിടയിലുള്ള ഓണത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെയുള്ള ഓണക്കളികളിലേക്ക് നമ്മൾ മാറി. കാലഘട്ടം മാറി, ബന്ധങ്ങൾ കുറഞ്ഞു. അതുപോലെ അത്തപ്പൂ ഇടണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നുമൊക്കെ പൂക്കൾ വന്നാൽ മാത്രമേ നമുക്ക് അത്തപ്പൂ ഇടാൻ പറ്റുന്ന ആ ഒരു മാറ്റങ്ങളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഓണാഘോഷം നമ്മുടെ 2 തലമുറകൾ അല്ലെങ്കിൽ 3 തലമുറകൾ ഇവിടെയുണ്ട്. ഈ 3 തലമുറകൾ ഒന്നിച്ച് കൂടുന്ന ആ ഒരു പഴയ ഓണത്തിൻ്റെ ഒരു അയവരക്കലാക്കി മാറ്റുവാൻ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് സാധിക്കണം. അതിനുള്ള എല്ലാ സംവിധാനവും PD-മാർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഓണത്തിൻ്റെ ഗെയിമുകളെ പറ്റി വിനോദ് പറഞ്ഞു. വടംവലി അടക്കമുള്ള വനിതകൾക്കുള്ള കസേരകളി അടക്കം വിവിധങ്ങളായ കുട്ടികൾക്കുള്ള പല ഐറ്റംസും ഇവിടെയുണ്ട്. അതുപോലെ PD-യുടെ മധുര പലഹാരങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുട്ടികളൊക്കെ നമുക്ക് ഓരോന്നെടുത്ത് കാർട്ടൂണൊക്കെ കൊടുത്ത് ഒരു രസകരമാക്കി നമുക്ക് ഈ പരിപാടിയെ മാറ്റിക്കൊണ്ട് നമുക്കൊരു എൻജോയ്മെന്റിലേക്ക്, ഓണത്തിൻ്റെ ആ പഴയ തികപ്പിലേക്ക് നമുക്ക് എത്തിച്ചേരാം എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഇനി നീട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പലരും പ്രതികരിക്കുമെന്നുള്ളത് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ ഓണാഘോഷ പരിപാടിയെ സജീവമാക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നതിന് എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ ഓണാഘോഷ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.
പ്ലസ് 2 മേഖലയിൽ തന്നെ ഉന്നത വിജയം കൈവരിച്ച മുൻ പ്രസിഡന്റ് ശ്രീ പ്രതിഭ പുത്തൂർ അവരുടെ ആൻസി എസ് പ്രതിഭയിലേക്ക് ക്ഷണിച്ചു. അപ്പം ഉപഹാര സമർപ്പണത്തിനായി ഇവിടെ PYC പ്രസിഡന്റ് ശ്രീ ജെയിംസ് അവരുടെ ക്ഷണിച്ചു. അൻസിയെ അവിടെ എത്തിച്ചേർന്നിട്ടില്ല, പകരം അൻസിയുടെ ചേച്ചി അൻസിക എല്ലാവരും നമ്മളോട് കൈകൊടുക്കുന്നു. കൈവരിച്ച നമ്മുടെ ഈ പരിപാടിയുടെ കോർഡിനേറ്റർ വിനോദത്തിന്റെ മകൾ അനശ്വര പി പി ഇതിലേക്ക് ക്ഷണിക്കുന്നു. തിരിച്ചും കൈവരിച്ച മക്കൾക്കുള്ള അഭിനന്ദനം. നമ്മുടെ പ്രിയപ്പെട്ട PYC മെമ്പർ അജിത് അവരുടെ മകൾ വിദ്യാർത്ഥി കൃഷ്ണ അവർക്ക് വേദിയിലേക്ക് ക്ഷണിച്ചു. തന്നെ ഉന്നത വിജയം കൈവരിച്ചിട്ടുള്ള നമ്മുടെ രാജ്യത്തിനായിട്ടുള്ള ബെന്നിയെ അവരുടെ മകൾ ആൽബിൻ ചിയോ ബെന്നി അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉപഹാര സമർപ്പിക്കാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഫസർ തോമസ് ആന്റണി അവരെ ക്ഷണിക്കുന്നു. ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതാണ്. ആശംസ അർപ്പിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട രക്ഷാധികാരി ശ്രീ AM ബെന്നി അവർക്ക് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറെ ബഹുമാനായ ഈ മീറ്റിംഗിൻ്റെ അധ്യക്ഷൻ നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ജെയിംസ് മേഖല, നമ്മുടെ ഓണാഘോഷ പരിപാടികൾ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ രക്ഷാധികാരി ഷിനോജ് നെല്ലൂട്ടി, നമ്മുടെ ആരാധനായ സെക്രട്ടറി, ട്രഷറർ, നമ്മുടെ പ്രോഗ്രാം ഡയറക്ടർ വിനോദ്, നമ്മുടെ പ്രിയ മെമ്പർമാരെ, പ്രിയ കുടുംബാംഗങ്ങളെ, വൈകിയ ഈ സാഹചര്യത്തിൽ ദീർഘമായ ഒരു ആശംസ പ്രസംഗമൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വൈകിയാണെങ്കിലും നമ്മൾ ഓണാഘോഷം, അല്ലെങ്കിൽ പല ഓണാഘോഷങ്ങളിൽ നമ്മൾ പങ്കെടുത്തു. അപ്പോൾ ഓരോ ദിവസം നോക്കുമ്പോഴും ഓരോരോ പരിപാടികളാണ്. അവധി ദിവസങ്ങളിലാണ് നമുക്ക് ആഘോഷങ്ങൾ നടത്താൻ പറ്റുക. അപ്പോൾ അങ്ങനെ ഓരോ പ്രോഗ്രാം മാറ്റി വെച്ച് നമുക്ക് ഈ നമ്മുടെ ഓണാഘോഷം മാത്രം വളരെ ലേറ്റായിരിക്കും. എങ്കിലും വൈകിയെങ്കിൽ നമ്മൾ ആഘോഷിക്കുന്ന ഈ ഓണത്തിൻ്റെ ആശംസകൾ ഞാൻ നേരുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഉന്നത വിജയം നേടിയ നമ്മുടെ മക്കളുടെ അവരെ ആദരിച്ച ഈ ചടങ്ങ് അവർക്ക് ഒരു പ്രചോദനം എന്ന നിലയിൽ നമ്മൾ എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ പിള്ളേർക്ക് മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിൽ ഒരു പ്രചോദനമാകട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ അവരെ ആദരിക്കുന്നത്. അപ്പോൾ അതും ഈ വർഷം നമ്മൾ ഓണാഘോഷത്തോടു കൂടി ഒന്നിച്ച് ചെയ്തു. അപ്പോൾ വൈകിയ വേളയിൽ ഞാൻ കൂടുതൽ സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഓണത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ കുടുംബ സംഗമത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. PYCയുടെ മുൻ പ്രസിഡന്റ് ശ്രീ ബെന്നി ഓജയെ ക്ഷണിച്ചു കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. വേദിയിലുള്ള ബഹുമാന്യായ അധ്യക്ഷൻ, ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകൻ, അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള PYCയിലെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, കുടുംബാംഗങ്ങളെ, ആദ്യമേ തന്നെ എല്ലാവർക്കും നല്ലൊരു സന്ധ്യാസമയം ആശംസിക്കുകയാണ്.
അതോടൊപ്പം ഇന്ന് ഇവിടെ നടക്കുന്ന PYCയുടെ ഓണാഘോഷത്തിനും നമ്മുടെ മികച്ച വിജയം നേടിയ കുഞ്ഞുങ്ങൾക്കുള്ള ആദരിക്കൽ ചടങ്ങിനും എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. PYCയെ സംബന്ധിച്ച് എനിക്ക് മുന്നേ സംസാരിച്ചവർ കൃത്യമായ ഒരു വിശകലനം ഇവിടെ നടത്തിക്കഴിഞ്ഞു. ഇനി അതിൻ്റെ ഒരു പ്രസക്തി, അതിൻ്റെ ആവശ്യമില്ല. PYCയെ സംബന്ധിച്ചിടത്തോളം ഈ PYCയുടെ കൂട്ടായ്മ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വളരെ പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ് PYCയുടെ കൂട്ടായ്മ. നമ്മുടെ സ്വാഗത പ്രാസംഗം പറഞ്ഞു, ഒരുപാട് ആളൊന്നുമില്ല, 20 ഫാമിലിയേ ഉള്ളൂ, ഓരോന്നും വജ്രവും പവിഴവും മുത്തൊക്കെയാണെന്ന് പറഞ്ഞു. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം PYCയുടെ എല്ലാ യോഗങ്ങളിലും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ പ്രതിവാര മാസ മീറ്റിംഗ് ആയാലും നമ്മുടെ കുടുംബ സംഗമങ്ങളായാലും ഇതുപോലെയുള്ള ആഘോഷങ്ങളായാലും വളരെയേറെ പോസിറ്റീവ് എനർജി തുളുമ്പി നിൽക്കുന്ന ഒരു നിമിഷമാണ് നമ്മുടെ മീറ്റിംഗ് കൂടിച്ചേരൽ. അതിന് കാരണം എന്താണെന്ന് അറിയാം പ്രിയപ്പെട്ടവരെ? അതിനൊരു കാരണമുണ്ട്. കാരണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിന്റെ കോണിൽ PYC എന്ന ചെറിയ കൊച്ചു പ്രസ്ഥാനത്തിന് വളരെ വലിയ മൂല്യം നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ കൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഞാൻ നിങ്ങളോട് ഒന്നും കൂടി അടിവരയിട്ട് പറയുന്നു, വളരെ ചെറിയ 20 ഫാമിലിയുള്ള ഒരു ചെറിയ നമ്മുടെ ഒരു നാട്ടുകൂട്ടായ്മയാണെങ്കിലും നമ്മൾ ഓരോരുത്തരെയും ഹൃദയത്തിനകത്ത് PYCക്ക് വലിയ സ്ഥാനമുണ്ട്. ഞാൻ വലിയ തത്വമൊന്നുമല്ല, എല്ലാവർക്കും ചിരിക്കാൻ കേട്ടോ, കാരണം കുഴപ്പമൊന്നുമില്ല, കാരണം വലിയ ഭീകരത മറ്റ് കാരണമൊന്നുമല്ല. എല്ലാവരും ഒന്ന് മസിലൊക്കെ ഒന്ന് റിലാക്സ് ആയാലും നമ്മുടെ ഓണാഘോഷവും കുടുംബസംഗമവും ഒക്കെ ഒന്നും കൂടി നന്നാവും. പിന്നെ വേറെ ഒന്നുണ്ട് കേട്ടോ, നമുക്ക് മുഖത്തണിയാൻ പറ്റുന്ന ഏറ്റവും നല്ല ആഭരണം ഏതാണെന്നറിയോ? പുഞ്ചിരിയാണ്. നമ്മളെ ഇന്നത്തെ ഗോൾഡിന്റെ വിലയ്ക്ക് അനുസരിച്ച് വലിയ ആഭരണങ്ങൾക്ക് എത്രയോ മഹത്തരമാണെന്നറിയോ? ചെറിയ ഒരു പുഞ്ചിരി നമ്മുടെ മുഖത്തണിയാവുന്ന ഏറ്റവും നല്ല ആഭരണമാണ് പുഞ്ചിരി. എനിക്ക് മുന്നേ സംസാരിച്ചവർ പറഞ്ഞു നമ്മുടെ ഓണാഘോഷം കുറച്ച് നീണ്ടുപോയി എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഓസ്ട്രേലിയയിലെ മലയാളി സമൂഹം ഓണം ആഘോഷിച്ചു. പ്രിയപ്പെട്ടവരെ, അപ്പൊ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വന്തം ബഹുമാനിക്കുന്ന നമ്മുടെ മലയാളികളായ നമ്മുടെ കൊച്ചു കേരളത്തിലെ ഓണം നമുക്ക് ഈ ഒരു മാസം മുഴുവൻ തീർച്ചയായിട്ടും ആഘോഷിക്കാം. 5-ാം തീയതി ഓണമാണെങ്കിൽ 31-ാം തീയതി വരെ മലയാളിയെ സംബന്ധിച്ച് ഓണം തന്നെയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മലയാളി എവിടെയുണ്ടോ അവിടെയൊക്കെ ഓണാഘോഷം അടിപൊളിയായി തകർത്തിയായി നടക്കുന്നു. എന്തുകൊണ്ട്? മലയാളിയുടെ ആ കൂട്ടായ്മ. മലയാളി എന്നുള്ള കേൾക്കുമ്പോൾ തന്നെ ലോകത്തിന്റെ ഏത് ഭാഗത്തുമുള്ള മലയാളിയും രോമാഞ്ചം കൊള്ളുന്ന അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഈ സന്ധ്യാസമയത്ത് ഒരു ചെറിയ ഒരു കൊച്ചു കഥ മാത്രം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ഒരു ധീരനായ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. ഈ രാജാവ് തന്റെ സർവ്വസൈന്യാധിപനെ നിശ്ചയിക്കുന്നത് എങ്ങനെയാണെന്നറിയാം. വലിയ പരസ്യം നടത്തും. രാജ്യത്തെ ധീരരായ യുവാക്കളെ എല്ലാം വിളിച്ചുകൂട്ടും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കും. വലിയ വലിയ മത്സരങ്ങൾ, വലിയ വലിയ ടാസ്കുകളെല്ലാം അവർക്ക് വേണ്ടി ഇട്ടുകൊടുക്കും. അതിൽ വിജയിക്കുന്നവനായിരുന്നു അടുത്ത 3 വർഷത്തെ രാജാവിന്റെ സൈന്യാധിപൻ, പ്രധാന സൈന്യാധിപൻ. അങ്ങനെ പല പല മത്സരങ്ങൾ നടന്നു വന്നു. അവസാനം 2 പേർ ബാക്കിയായി. 25 വയസ്സുള്ള ഒരു യുവാവും വളരെയേറെ വൃദ്ധനായ ഒരു വൃദ്ധനും. അപ്പൊ ഇവരുടെ മത്സരത്തിന്റെ അവസാന ദിവസം വന്നെത്തി. അവസാന ദിവസം രാജാവ് തെരഞ്ഞെടുത്ത മത്സരം എന്താണെന്ന് അറിയോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ രാജകൊട്ടാരത്തിലേക്ക് ആവശ്യമായ വിറകുകൾ മുഴുവൻ ശേഖരിക്കണം. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ആരാണോ ഏറ്റവും കൂടുതൽ വിറക് മുറിച്ച് രാജകൊട്ടാരത്തിലേക്ക് എത്തിക്കുന്നത് അവരെയാണ് അടുത്ത 3 വർഷത്തെ സർവ്വസൈന്യാധിപനായി നിശ്ചയിക്കുന്നത്. ഈ സമയം ദിവസം വന്നെത്തി. രാജാവ് 2 പേരെയും നമ്മുടെ യുവാവിനെയും വൃദ്ധനെയും കാട്ടിലേക്ക് കൊണ്ടുപോയി ഇരുവശങ്ങളിലായി കയറ്റിവിട്ടു. അവർ 2 പേരും രാവിലെ 8 മണി മുതൽ വളരെ ആവേശത്തോടുകൂടി മരങ്ങൾ മുറിക്കുവാൻ തുടങ്ങി, വിറക് ശേഖരിക്കുവാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ
യുവാവ് മരിച്ചു കിടന്ന് മുറുകിയാണ്. അപ്പൊ യുവാവ് വിചാരിച്ച് എന്തായാലും ഞാൻ തന്നെ ജയിക്കുള്ളൂ. ഈ വൃദ്ധൻ ഏകദേശം മടുത്തിട്ടുണ്ടാവും, അത് ഇരുന്ന് വിശ്രമിക്കുകയായിരിക്കും. അപ്പൊ കുറച്ചു നേരം കഴിയുമ്പോൾ വീണ്ടും കൊണ്ട് ഈ വൃദ്ധന്റെ ഭാഗത്ത് നിന്ന് ഈ വിറക് പറിക്കുന്ന ഒച്ച കേട്ടു. അപ്പൊ യുവാവ് ഉറപ്പിച്ചു ഈ വയസ്സൻ എന്തായാലും മടുത്തു. അങ്ങനെ വൈകുന്നേരം വരെ ഈ യുവാവ് വളരെ ആവേശത്തോടെ, കാരണം രാജാവിന്റെ അടുത്ത 3 വർഷത്തെ സൈന്യാധിപൻ ഞാൻ തന്നെ എന്ന് ഉറപ്പിച്ചുകൊണ്ട് അവരുടെ മത്സരം അവസാനിച്ചു. വൈകുന്നേരം 5 മണിയായി. രാജാവും പരിവാരങ്ങളും ദേശം മുഴുവൻ ഒന്നടങ്കം രാജകൊട്ടാരങ്ങളിൽ സന്നിഹിതരായിരുന്നു. വിജയിയെ പ്രഖ്യാപിക്കുന്ന സമയമായി. രാജാവ് മുമ്പിലേക്ക് വന്നു. ജനങ്ങളെല്ലാം കരഘോഷം മുഴക്കി. പ്രിയപ്പെട്ടവരെ, രാജാവ് പേര് വായിച്ചു. പേര് വായിച്ചതോ ആരാണെന്നറിയാമോ? ഈ വൃദ്ധനായ മനുഷ്യന്റെ ആയിരുന്നു. അപ്പോൾ ഈ യുവാവിന് വളരെ അത്ഭുതമായി. ഞാൻ രാവിലെ മുതൽ 1 മിനിറ്റ് പോലും മെനക്കെടാതെ ഞാൻ വിറക് മുറിച്ചുകൊണ്ടിരുന്നു. ഈ വൃദ്ധനാകട്ടെ അരമണിക്കൂർ പണിയും, പിന്നെ അവിടെ ഇരുന്ന് വിശ്രമിക്കും, വീണ്ടും കുറച്ചൊക്കെ മുറിക്കും. അപ്പോൾ ഈ യുവാവിന് വലിയ ഒരു ആകാംക്ഷയായി, എന്താണ് ഇതിനകത്ത് സംഭവിച്ചത്? അപ്പോൾ ഈ കയ്യടിക്കിടയിലൂടെ ഈ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങാനായി മുന്നോട്ട് പോയ വൃദ്ധനോട് ഈ യുവാവ് കാതിൽ മന്ത്രിച്ചു, സ്നേഹിത, എങ്ങനെയാണ് താങ്കൾ വിജയിയായത്? അപ്പോൾ ഈ വൃദ്ധൻ പറഞ്ഞ ഒരു കാര്യം കേട്ടോ. ഈ വൃദ്ധൻ ഈ യുവാവിനോട് കാതിൽ മന്ത്രിച്ച ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, സ്നേഹിത, ഞാൻ വിശ്രമിക്കുകയായിരുന്നില്ല. ഞാൻ എൻ്റെ വാള് രാഗി മൂർച്ച കൂട്ടുകയായിരുന്നു ഇടപെട്ടിടപെട്ട്. ഞാൻ എൻ്റെ വാള് ഇടപെട്ടിടപെട്ട് ഞാൻ രാഗി മൂർച്ച കൂട്ടുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വിജയിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യുവാവിനാകെ നിരാശയായി. നമ്മുടെ വൃദ്ധൻ അടുത്ത 3 വർഷത്തെ സൈന്യാധിപനുമായി. ഞാൻ ഈ ഒരു കൊച്ചു കഥ ഇവിടെ പറഞ്ഞെന്തിനാണെന്നറിയാം? പ്രിയപ്പെട്ടവരെ, നമ്മുടെ PYC-യിലെ 20 കുടുംബാംഗങ്ങളും അവരുടെ കുടുംബങ്ങളും അവരുടെ കുടുംബത്തിലെ അംഗങ്ങളും ഈ PYC ഉണ്ടായ കാലം മുതൽ നമ്മൾ രാഗി നമ്മുടെ വാളിന്റെ മൂർച്ച കൂട്ടുകയായിരുന്നു. എണ്ണത്തിൽ കുറവാണെങ്കിലും വലിയ ഒരുപാട് പബ്ലിക് പരിപാടികളോടൊന്നും എടുത്ത് ചാടിയിട്ടില്ലെങ്കിലും നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഇതിന്റെ ആദ്യകാലം മുതൽ പ്രവർത്തിച്ചവർ നിരന്തരം അവരുടെ വാളിന്റെ മൂർച്ച കൂട്ടുകയായിരുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ PYC ആദ്യകാലങ്ങളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചങ്കായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ ചങ്കിലെ ചോരയാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ യോഗത്തിൽ ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രസിഡന്റ് ശ്രീ പ്രദീപൻ പുത്രത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ മുന്നിലിരിക്കുന്ന PYC കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ ഉദ്ഘാടകൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഓണം ചിങ്ങമാസത്തിലാണ്. PYC-യുടെ ഓണാഘോഷം കന്നിമാസത്തിലായി എന്നുള്ളത്. അത് മാത്രമല്ല, നമ്മളെ 5:30 തുടങ്ങേണ്ട പരിപാടി തുടങ്ങുമ്പോഴേ 5 മണിക്ക് അല്ലേ, 5 മണിക്ക് തുടങ്ങേണ്ടത് ഒരു 7 മണിയായി പോയി അല്ലേ? 7 മണി 6:30 കഴിഞ്ഞു. അത്രയും വൈകിയ വേളയിൽ ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ 7 മണിയാണ് നമ്മുടെ കരാട്ടെ ടീമിന് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ സമയം ആയിക്കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ടീം, PYC ടീം, നമ്മുടെ ഓണാഘോഷ പരിപാടി അങ്ങോട്ട് ഇച്ചിരി പിറകിലേക്ക് കൊണ്ടുപോകാൻ വ്യക്തമായ ഉദ്ദേശത്തോടു കൂടിയാണ് തന്നെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഞാൻ നിങ്ങളുടെ ഓരോ പരിപാടികളിലും പല സ്റ്റേജുകളിലും നമ്മുടെ കുടുംബാംഗങ്ങൾ പല പരിപാടികൾ അവതരിപ്പിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു പെർഫെക്ഷൻ ഉണ്ടാക്കിയിട്ട് നമ്മുടെ പരിപാടി ഗംഭീരമായി വിജയിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ഒരു പരിപാടി അല്പം പിറകിലായി പോയാലും കുഴപ്പമില്ല. ആ ഒരു പെർഫെക്ഷൻ ഞാൻ ഈ വേദിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപാട് വേദികളിൽ ഈ ഓണാഘോഷ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല കളികളിൽ ഏർപ്പെട്ട മക്കളുണ്ട് എൻ്റെ മുന്നിൽ. അതുപോലെ തന്നെ പല കലാപരിപാടികൾ അവതരിപ്പിച്ചവരുണ്ട്. അപ്പോൾ നമ്മുടെ ഈ PYC-യുടെ ഈ ഓണാഘോഷ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും നമ്മുടെ കുടുംബാംഗങ്ങളുടെ മക്കൾ, ഉന്നത വിദ്യ നേടിയ മക്കൾക്ക്
അവരുടെ ഭാവി ജീവിതം ഭാസുരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. PYCയുടെ മെമ്പറായ ബാബു ആയോടിന്റെ അമ്മ ശ്രീമതി തേയി അമ്മയെ ആദരിക്കുന്നതിന് വേണ്ടി സ്റ്റേജിലേക്ക് ക്ഷണിച്ചു കൊടുത്തു. ആദരം അർപ്പിക്കാനായിട്ട് ശ്രീ ഷിനോജ് നെരുന്നൂരിനെ ക്ഷണിക്കുന്നു. ഇവിടെ ആളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് ശ്രമിച്ച ശ്രീ വിനോദിനെ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഈ വേദിയിലേക്ക് ക്ഷണിച്ചു കൊടുക്കും. ആദരവ് അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രസിഡന്റ് ശ്രീ ജെയിംസ് തേക്കനാടിനെ ക്ഷണിച്ചു കൊടുക്കും. രാജേഷ് കെ ക്ഷണിച്ചു കൊടുക്കും. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് മലയാളികൾ നമ്മൾ എല്ലാത്തിൻ്റെയും കുറച്ചുകൂടി മേധാവിത്വ സ്വഭാവത്തോടുകൂടി പെരുമാറുന്നവരാണെന്നൊരു ഖ്യാതി അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് അറിയില്ല. എന്തായാലും നമുക്ക് കൃത്യ സമയത്ത് എത്തുക എന്നുള്ളത് ഒരു ശീലമായിട്ട് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ആരെയും കുറ്റപ്പെടുത്തുകയല്ല. അപ്പോൾ നമ്മൾ വളരെ ലേറ്റായി, കൂടുതലൊന്നും പറയുന്നില്ല. നമ്മൾ കുട്ടികൾക്ക് കുറച്ച് ഗെയിമുണ്ട്, കാണുന്നില്ലേ, ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് പല സാധനങ്ങളും. അപ്പോൾ ആ ഗെയിമൊക്കെ നടത്തണമെങ്കിൽ സമയം വേണം. അപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ സെക്രട്ടറി എന്നുള്ള നിലക്ക് നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ ലേറ്റായതിൻ്റെ ഉത്തരവാദിത്തം ഞാനും കൂടി ഏറ്റെടുക്കുകയാണ്. നമുക്കറിയാം, ആരെയും പറഞ്ഞു മാറ്റാവുന്ന ഒരു കാലം. രണ്ട് വരെയും കൂടി പറയാം. കുട്ടികളോടൊന്നും ഇനി അധികം പറയുന്നൊന്നും ആവശ്യമില്ല. നമുക്കത് രക്ഷിതാക്കൾക്ക് അറിയാം. ഏകദേശം ഒരു SSLC 10ാം ക്ലാസ്സൊക്കെ കഴിയുന്ന കുട്ടികളുണ്ട്. പിന്നെയൊന്നും നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ്ട, അവരിങ്ങോട്ട് പറഞ്ഞു തരും കാര്യങ്ങൾ. അപ്പോൾ മോട്ടിവേഷൻ ക്ലാസ്സിൻ്റെയും ഉപദേശങ്ങളുടെയൊക്കെ കാലം കഴിയുന്നതാണ്. അതുപോലെ ഗുണദോഷിക്കൽ അതൊക്കെ കഴിഞ്ഞു. അവർ വേണ്ടി നമുക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ കുട്ടികളെ പോലും അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കാണുമ്പോൾ നമ്മുടെ സഹപ്രവർത്തകരോ നമ്മുടെ സുഹൃത്തുക്കളോ അവരോടൊന്നും ഇനി അടുത്ത മീറ്റിങ്ങിന് നേരത്തെ വരണമെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതൊന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാൻ കഴിയും. എല്ലാവർക്കും അറിയാമെന്ന് മാത്രമല്ല, ലോകം മുഴുവൻ ഒന്നുപോലെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. വളരെ സ്ഥിതിസമത്വം. ഇപ്പോൾ ഓണാണ്. അപ്പം നമ്മളെ ബഹുമാനപ്പെട്ട രക്ഷാധികാരി പറഞ്ഞതല്ല, സ്ഥിതിസമത്വമായ ഓണത്തിന്റെ നല്ല ഓണം. ഇപ്പൊ സമത്വം വന്നിട്ടുണ്ട്. സർവ്വവ്യാപിയാണ് ഇന്റർനെറ്റ്. അതുപോലെ ലോകം മുഴുവൻ നമുക്ക് ഏഴ് ജെമിനി. ഞാൻ രണ്ട് കാര്യം കൂടി പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ചാറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് നമുക്കറിയാം. ഏഴ് ജെമിനി എല്ലാവരും സുന്ദരന്മാരും സുന്ദരികളും ആകുന്ന ഒരു കാലമാണ്. നമുക്കറിയാം. ആ പൂ മാത്രം വ്യത്യാസം. അതുപോലെ പുരുഷന്മാരും ഞാനും എടുത്തിട്ടുണ്ട് ഏഴിന്റെ ഫോട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ മുന്നിൽ ഇപ്പോൾ തലയില്ലാത്ത അല്ലെങ്കിൽ തല കയ്യിലെടുത്ത് നിൽക്കുന്നത് കണ്ടാൽ പോലും വിശ്വസിക്കാൻ പറ്റില്ല. പണ്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കരട് പറിച്ച ചെമ്പരത്തി പൂവാണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്ത് കണ്ടാലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്ത് കണ്ടാലും അത് ശരിയാണെന്ന് തോന്നുന്നു. അപ്പോ നമ്മളിപ്പോ പുതിയ കാലത്ത് ഫോട്ടോ കണ്ടിട്ടൊന്നും ആളുകളെ ഒന്നും വിശ്വസിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഫോട്ടോ കണ്ടിട്ട് നമുക്ക് ഇത് യഥാർത്ഥ അത് താനല്ലയോ ഇതെന്ന് പറഞ്ഞ പോലെ യഥാർത്ഥ ആളാണെന്നൊന്നും ഒരിക്കലും സംശയിക്കണ്ട. എന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കാര്യങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അത് കല്യാണമാകട്ടെ, നമ്മുടെ ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് ആയിക്കോട്ടെ, ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നതായിക്കോട്ടെ, സൗഹൃദമായിക്കോട്ടെ, എനിക്ക് തോന്നുന്നു അത് തമാശകൾക്ക് പറയാം, ആധാർ കാർഡിന്റെ കോപ്പി ചോദിക്കുന്നതായിരുന്നു നല്ലത്. അതിലെ ഫോട്ടോ ഒറിജിനലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മനുഷ്യൻ എങ്ങനെയൊക്കെ പോകുന്നതെന്നൊന്നും പറയാൻ പറ്റുന്ന കാലം. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം സിനിമ കണ്ടു, ലോകാത്തൊരു സിനിമ. ഒരു പടത്തിന് കുറ്റം പറയല്ല. അപ്പോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എത്ര മനസ്സിലായി എന്നതിന് പലരും കണ്ടിട്ടാണ്. അപ്പോ പക്ഷെ പുതുതലമുറ ആഘോഷിക്കുന്നു. 3 തവണയൊക്കെ കണ്ട ചെറുപ്പക്കാരൊക്കെ ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് അപ്പൊ അവർ പറഞ്ഞ ഇനിയിപ്പോ അതിന്റെ സീരീസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ രുചി ഭോഗങ്ങളൊക്കെ മാറി ആസ്വാദനം
മാറി. നമുക്കറിയാം പണ്ട് ഒരു മണ്ണിനെ കണ്ട നമ്മൾ ആ ഭാഗത്ത് ബന്ധം പോലെയാണ് നമ്മുടെ PVC മറ്റ് ക്ലബ്ബുകൾ പോലെ. എല്ലാവർക്കും അറിയാം വീട് എവിടെയാണെന്നും കുട്ടികളെവിടെ പഠിക്കുന്നതെന്നും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ പറ്റിയൊക്കെ അറിയാം. അപ്പോൾ ശ്രീ ബാബുവിനെ പോലെയുള്ള ആളുകൾ കണ്ടു കുടുംബസമേതം പറഞ്ഞു. അപ്പോൾ ഫാമിലി ആയിട്ട് ഇവിടെ 5 മണിക്ക് വന്നു. നമുക്കറിയാം സമയം എല്ലാവർക്കും ഒരുപോലെയുള്ളൂ. അപ്പോൾ അദ്ദേഹം നേരത്തെ വന്നു. ധാരാളം തിരക്കുണ്ട്. പക്ഷെ ഞാൻ നോക്കി അദ്ദേഹം വളരെ അക്ഷോഭ്യനായി വളരെ ക്ഷമയോടുകൂടി ഇവിടെ ഇരുന്നു. അദ്ദേഹത്തിൻ്റെ ചടങ്ങുകൾ ഏറ്റെടുത്തു നടത്തി. അപ്പോൾ നമുക്ക് വളരെ അനുകരണീയമായ ഒരു മാതൃകയാണ് ശ്രീ ഷിനോജ് നരുമുക്കൽ. നമുക്ക് സഹപ്രവർത്തകർക്കും കുട്ടികൾക്കെല്ലാം മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഉദ്ഘാടകനായി എത്തി സഗൗരവം അല്ലെങ്കിൽ സഘോഷം ഉദ്ഘാടനം നടത്തി നമ്മുടെ പരിപാടിയുടെ രക്ഷാധികാരിയായി മൊത്തം എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് പങ്കെടുത്ത് വിജയിപ്പിച്ച ശ്രീ ഷിനോജ് നരുമുക്കൽ അദ്ദേഹത്തിൻ്റെ ഫാമിലി എല്ലാവർക്കും ഞാൻ PVC നന്ദി. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് ശ്രീ ജെയിംസ് തേക്കൻ അദ്ദേഹവും സ്ഥാപനം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഫാമിലി കുട്ടികളൊക്കെ നേരത്തെ മാത്രമല്ല കുട്ടികളൊക്കെ ഇവിടെ മറ്റ് അറേഞ്ച്മെന്റ് ഇതൊക്കെ ചെയ്യാനൊക്കെ സ്റ്റേജ് എടുക്കാനും അതുപോലെ തന്നെ ഈ മറ്റ് റിക്കോർഡ് ഇതൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് അവരും സഹായിച്ചു. അപ്പം നേരത്തെ എത്തി. അദ്ദേഹത്തിന് തിരക്കൊക്കെ ഉള്ളതാണ്. നമുക്കറിയാം സമയം എല്ലാവർക്കും ഒരുപോലെ എല്ലാവരും തിരക്കാണ്. പക്ഷെ എന്നാലും ശ്രീ ഷിനോജ് ശ്രീ ജെയിംസ് തേക്കനാൽ കുടുംബത്തോടൊപ്പം നേരത്തെ വന്നതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം നമ്മുടെ അധ്യക്ഷനാണ്. അപ്പോൾ അദ്ദേഹം വളരെ ഇതോടുകൂടി കൃത്യമായി ഇതിൽ പങ്കെടുക്കുകയും എല്ലാ പരിപാടികളിലും നമ്മൾ അധ്യക്ഷം വഹിച്ചു. അതുപോലെ തന്നെ സഹകരണം ഉണ്ടായി. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ജെയിംസ് തേക്കനാൽ പ്രസിഡന്റ് അവർക്ക് PVCയുടെ പേരിൽ നന്ദി പറയുന്നു. നമ്മുടെ വിനോദ് അദ്ദേഹം സ്ഥാപനം നടത്തുന്നുണ്ട്. ഇവരൊക്കെ സ്ഥാപനങ്ങൾ ഉടമയാണ്. ചെറുതോ വലുതോ ആയിക്കോട്ടെ സ്ഥാപനങ്ങൾ ഉടമയാണ്. അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ കുടുംബമുണ്ട്. ഇതൊക്കെ എല്ലാവരും നമ്മളെപ്പോലെ തന്നെ മറ്റു തിരക്കുണ്ട്. അപ്പോൾ ശ്രീ വിനോദ് ഇതിൽ ഓടിച്ചാണ് അദ്ദേഹത്തിന് ഒരു അംഗീകാരം ഇവിടെ കിട്ടി. പക്ഷെ എന്നാലും ഇത്രയധികം ഐറ്റംസ് ഒക്കെ ഉണ്ട് ഞാനിപ്പോഴാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ഗംഭീരമായി കാണും. ഇനിയിപ്പം വരാൻ പോകുന്ന ഇതിലും വലിയ രസമാണ്. ഇവിടെ കുറെ ഗെയിമൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ സമയത്തിന്റെ കുറവുകൊണ്ട് എന്നാലും നടത്തും. പ്രധാന ഇത് ഒഴിവാക്കിയാലും ഈ കുട്ടികൾക്കുള്ള ഗെയിം തെരഞ്ഞെടുത്ത വിനോദാട്ടനാണ്. അപ്പൊ വിനോദാട്ടനെ ഞാൻ PVCയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ ബഹുമാന ട്രഷറർ അദ്ദേഹത്തിന്റെ ഈ പരിപാടിയുടെ എല്ലാ കാര്യങ്ങളിലും തുടക്കം മുതൽ അദ്ദേഹത്തിന്റെ കയ്യൊപ്പുണ്ട്. അദ്ദേഹത്തിന്റെ എഫേർട്ട് ഉണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട ട്രഷറർ ശ്രീ തോമസ് ആന്റണിക്ക് ഞാൻ PVCയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുക. പിന്നെ ഇവിടെ ആശംസ അർപ്പിച്ച ശ്രീ പ്രദീപ് അദ്ദേഹം ദീർഘകാലം ഇതിന്റെ പ്രസിഡന്റായിരുന്നു. അപ്പോൾ അദ്ദേഹം ഫാമിലിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നെ പോലെ റിട്ടയറായി. അപ്പോൾ എനിക്ക് കൂടുതൽ കാര്യങ്ങൾക്കുള്ള സമയമുണ്ടാവും. എന്തായാലും വളരെ ഊർജ്ജസ്വലനാണ്. പൊതുപ്രവർത്തന രംഗത്ത് പല മേഖലകളിലും അദ്ദേഹം കഴിവ് തെളിയിച്ചതാണ്. നമുക്കറിയാം PSFന്റെ ഒക്കെ ട്രഷറായിട്ട് അതായത് ലക്ഷക്കണക്കിന് രൂപ കൈകാര്യം ചെയ്യുന്ന ട്രഷറർ അദ്ദേഹം ഒരു വർഷം മുമ്പ് അതിന്റെ ട്രഷറായിട്ട് ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രീ പ്രദീപനും കുടുംബത്തിനും കൂടെ നേരത്തെ വന്നു. മാത്രമല്ല അദ്ദേഹം നമ്മളുമായിട്ട് എപ്പോഴും സഹകരിച്ചിരിക്കുക. അപ്പോൾ ആശംസ അദ്ദേഹം നൽകുന്നു. ശ്രീ പ്രദീപനും കുടുംബത്തിനും PVCയുടെ നന്ദി. പിന്നീട് AM ബെന്നി എന്ന് പറഞ്ഞാൽ അദ്ദേഹം വ്യക്തിപരമായ കാര്യങ്ങൾ പറയില്ല. ഞാൻ ഇത്ര മണിക്കെത്തും അല്ലെങ്കിൽ ഇന്നേ പരിപാടിക്ക് പങ്കെടുക്കുന്നത് അത് കൃത്യമാണ്. അപ്പോൾ പറ്റില്ലെങ്കിൽ പറ്റില്ല. അപ്പോൾ അദ്ദേഹം 2-3 സ്ഥാപനങ്ങൾക്ക് ഉടമയാണ്. 16 കളരിക്ക് ഉടമയാണെന്ന് നമ്മൾ വടക്കൻപാട്ട് സിനിമകളിലൊക്കെ കേട്ടില്ല എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം 2-3 സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നു. അപ്പോൾ അദ്ദേഹം നേരത്തെ വന്നു കുടുംബമുണ്ട്. അപ്പോൾ ശ്രീ AM ബെന്നി എൻ്റെ നല്ല സുഹൃത്താണ്. അദ്ദേഹം കാര്യങ്ങൾ ഏറ്റെടുത്തായിരുന്നു. നിങ്ങളുണ്ട് നേർപ്പിച്ച് പെട്ടെന്ന് ചുരുക്കി അദ്ദേഹം പോയിട്ടുണ്ട്. അപ്പോൾ ശ്രീ AM ബെന്നിക്ക് കുടുംബത്തിനും PVCയുടെ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് മുൻപ് ഇവിടുത്തെ സെക്രട്ടറിയേറ്റ് 2 തവണ ഉണ്ടായിരുന്ന ആളാണ് ബെന്നി, OJ ബെന്നി. അദ്ദേഹം സ്ഥാപനങ്ങൾ നടത്തുന്നതാണ്. അദ്ദേഹത്തിന് സ്റ്റാഫുണ്ട്. അദ്ദേഹം കുടുംബമായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പുത്രായ മാതാപിതാക്കൾ വീട്ടിലുണ്ട്. അദ്ദേഹം പെരുമന്നയിലെ താമസിക്കുന്നു. അദ്ദേഹത്തിന് എനിക്ക് ദീർഘകാലമായിട്ട് പരിചയമുണ്ട്. അപ്പോൾ 1-2 ഫേമുകൾ അദ്ദേഹം നടത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇവിടെ ആശംസ അർപ്പിച്ചു. OJ ബെന്നി നമ്മളുമായിട്ട് എപ്പോഴും സഹകരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം നമുക്ക് ആശംസകൾ അർപ്പിച്ചു. ശ്രീ OJ ബെന്നിക്ക് എല്ലാവിധ നന്ദി രേഖപ്പെടുത്താൻ PVC. പിന്നീട് നമ്മൾ അതിനിടയിൽ പറയേണ്ട ഒരു ആള് നമ്മുടെ
KT തോമസ് അവരല്ല. അദ്ദേഹം നമുക്കെല്ലാവർക്കും സുപരിചിതനാണ്. ശ്രീ KT എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ പേരാവൂർ മേഖലയിൽ ഇപ്പോൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അദ്ദേഹം സജീവ സാന്നിധ്യമാണ്. അപ്പോൾ ശ്രീ KT ആണ് ഈ നമ്മുടെ പരിപാടിയുടെ പബ്ലിസിറ്റിയും അതുപോലെ തന്നെ എല്ലാം റെക്കോർഡ് ചെയ്ത് അത് ഞങ്ങളുടെ നാട്ടിൽ നിന്നൊരു മാറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ അദ്ദേഹം വന്നു. അദ്ദേഹത്തിന് ഇന്ന് ഓടി നടന്ന് ഒരു പ്രോഗ്രാം. അപ്പോൾ അദ്ദേഹം പ്രധാന ന്യൂസ് ചാനലുകൾ ഒഴികെ വലിയ ചാനലുകൾക്കും യൂട്യൂബ് ചാനലുകൾക്കൊക്കെ പലർക്കും അദ്ദേഹം ഈ ബൈറ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിലേക്ക് എല്ലാം കൊടുക്കുന്നത് ശ്രീ KT ആണ്. പത്രമാധ്യമങ്ങളും നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾ വിവരങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് ശ്രീ KT ആയിട്ട് ബന്ധപ്പെട്ടാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി. പേരാവിൻ്റെ ഒരു മാധ്യമ മുഖാണ് ശ്രീ KT. അപ്പോൾ അദ്ദേഹം പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രീ KTക്ക് നമ്മുടെ PBC നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ ശബ്ദവും വിളിച്ച് ഒരുക്കുന്നതിൻ്റെ അടുത്ത് അനൗൺസ് ചെയ്യുന്ന ഒരാളുണ്ട്. അദ്ദേഹം ഇപ്പം ബ്ലോക്കിലിടാലും ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്യുക. അദ്ദേഹം ഹെൽത്തിൽ ബ്ലോക്കിൽ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ഡിപ്പാർട്ട്മെന്റ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊരു വകുപ്പാണ് അല്ലേ. സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകൾ ലേശം വിഷമം ഹെൽത്തിൽ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നിലവിലുള്ളത് ബ്ലോക്കിലാണ്. അപ്പോൾ ഇന്നലെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം അനൗൺസ് ചെയ്തു. അപ്പോൾ ആരും ശ്രദ്ധിക്കാണ്ട് ഒരു മൂലനിലയിൽ നിന്നിട്ട് ഇങ്ങനെ അനൗൺസ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല അദ്ദേഹം നമ്മളോട് PBCയോട് വളരെ താല്പര്യമുള്ള വ്യക്തിയാണ്. അപ്പോൾ ശ്രീ സിബിച്ചന് എല്ലാവിധ നന്ദിയും നമ്മുടെ PBCയുടെ പേരിൽ രേഖപ്പെടുത്താണ്. അദ്ദേഹം മൈക്ക് പോയിന്റിൻ്റെ അടുത്തുണ്ട്. അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്താം. പിന്നെ ഈ പരിപാടി ഇപ്പോൾ പങ്കെടുത്ത് വിജയിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ കുടുംബാംഗങ്ങൾ എഫേർട്ട് എടുക്കാതെ ഒന്നും നടക്കും. അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും കുടുംബാംഗങ്ങൾക്കും നമ്മൾ ഈ പങ്കെടുത്ത PBC അംഗങ്ങൾക്കും നമുക്കറിയാം ഒരു വ്യക്തി എത്ര പുറത്ത് അല്ലെങ്കിൽ സാമൂഹ്യ രംഗത്ത് എത്ര വലിയ പ്രഗത്ഭനായാലും അല്ലെങ്കിൽ പേരും പ്രശസ്തി ഉണ്ടായാലും വീട്ടിലും കൂടി അയാൾക്കൊരു മാതൃകയായിരിക്കണം. വീട്ടിൽ എപ്പോഴും പ്രശ്നമാണെങ്കിൽ അവർക്ക് പുറത്തു വന്നിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ പുറത്ത് എല്ലാ കാര്യങ്ങളിലും മാതൃകയായിട്ടും ഈ നേരത്തെ പറഞ്ഞ പോലെ ഉപദേശമൊക്കെ തരുമ്പോൾ വീട്ടിലെന്താ പ്രശ്നം വെച്ചാൽ അവിടെ എപ്പോഴും പ്രശ്നങ്ങളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കുടുംബാംഗങ്ങൾ അപ്പോൾ വീട്ടമ്മമാർ ഈ നമുക്കറിയാം ഈ PBCയുടെ പരിപാടിയുടെ വിജയം തന്നെ നമ്മൾ ഈ അംഗങ്ങളുടെ കുടുംബാംഗങ്ങൾ. അപ്പോൾ പ്രിയപ്പെട്ട എല്ലാ സഹോദരിമാർക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും PBCയുടെ പേരിൽ ഞാൻ നന്ദി പറയും. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ മകളടക്കം ഉൾപ്പെടുന്ന 5-6 കുട്ടികൾ ഇവിടെ ആദരവേറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്ക് ഇനിയും ഉന്നത വിജയങ്ങൾ ഉണ്ടാവട്ടെ. വിദ്യയിലും ജ്ഞാനത്തിലൊക്കെ അവർ ഇനി ഉന്നതിയിലെത്തട്ടെ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ട ക്യാഷ് പ്രൈസും അതുപോലെ തന്നെ മൊമെൻറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പ്രചോദനമാകട്ടെ. നല്ല പഠിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മാതൃകയായിട്ട് ഏറ്റവും കൂടുതൽ ഉന്നത വിജയം നേടുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും തലവരിക്കാൻ നിൽക്കാം. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഏത് സാഹസത്തിലെത്തിയാലും ഒരാൾക്ക് തോന്നും ഞാൻ നല്ല വിദ്യാഭ്യാസമുള്ള ആളാണെന്ന്, അല്ലെങ്കിൽ ഞാൻ പഠിച്ച സ്ഥലത്തൊക്കെ ജയിച്ചിട്ടുണ്ട്. നമ്മൾ വടക്കപ്പാട്ട് പറഞ്ഞ പോലെ ചെല്ലുന്നിടത്തൊക്കെ ജയിച്ചു പോയോ എന്ന് പറയും. അപ്പോൾ എല്ലാ മേഖലകളിലും ജയിച്ചു വരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് പഠിപ്പും വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും ഇല്ലെങ്കിൽ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ 5 കുട്ടികൾക്കും ഞാൻ പ്രത്യേകം PBCയോട് നന്ദി രേഖപ്പെടുത്തണം. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടില്ല എന്ന് കരുതുന്നു. എല്ലാവർക്കും ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി. ഇനി അടുത്ത് നമ്മുടെ പരിപാടികളുണ്ട്, ഈ ഗെയിംസ് ഉണ്ട്. അതുപോലെ ഇതിലൊക്കെ എല്ലാവരും പങ്കെടുക്കണം. കുട്ടികളെല്ലാം ഇതാക്കി അതിനുശേഷം PBCയുടെ എല്ലാ മെമ്പർമാരും ഈ വേദിയിൽ വെച്ച് രജിസ്ട്രേഷൻ ഫോം കൈപ്പറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിനൊക്കെ ഓരോരുത്തരുടെ കയ്യിൽ രജിസ്ട്രേഷൻ ഫോം പിടിക്കുന്നതിന് മുമ്പ് ബാക്കി പിള്ളേരെ ഇവരെ എല്ലാം നിർത്താം. എല്ലാവരും നിന്നോ, എന്നാൽ എല്ലാവരെയും കൂട്ടി അങ്ങ് എടുക്കാൻ വേണേ. എല്ലാവരും നിൽക്കുകയാണെങ്കിൽ എല്ലാവരെയും എടുക്കാം. താഴെയൊക്കെ ആയിട്ട് അങ്ങ് നിന്നാൽ മതി. പ്രിയപ്പെട്ട ചിരോദോട് PBCയുടെ പ്രസിദ്ധ അവർക്ക്
ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. മോനെ ലേശം കാണാൻ പാടില്ല. ഓക്കെ ഓക്കെ. താഴെ പോയി ശ്രമിച്ചോ ശ്രമിച്ചേ പോയി. ഇവിടെ താഴോട്ട് പോയി. ഇവിടെ മോഹൻലാലേ ഇത് അങ്ങോട്ട് ചെരിക്കാൻ പറ. എടി ഇങ്ങോട്ട് ചെരിക്കും കൊടുത്ത് സന്തോഷം മാത്രം കുത്തിയിട്. ഒന്നുകൂടി പ്രസിഡന്റ്. രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ തോമസ് ചേട്ടന്റെ മകളായ അന്നെ ക്ഷണിച്ചുകൊള്ളുന്നു. സമ്മാനം നൽകുന്നതിന് വേണ്ടി Okay.
റിഗ്വേദാണ്. റിഗ്വേദനെ ക്ഷണിച്ചുകൊള്ളുന്നു. അവാർഡ് നൽകുന്നതിന് വേണ്ടി സെക്രട്ടറി രാജേഷ് അങ്ങനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തൊരു ഡാൻസാണ്. ഡാൻസ് കളിക്കുന്ന Mira,
കഴിഞ്ഞതിന് ശേഷം 2 പ്രോഗ്രാമുകൾ കൊണ്ട് നമ്മുടെ ഈ പരിപാടി അവസാനിക്കുകയാണ്. അതിനു മുമ്പ് അലേഷയ്ക്ക് സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി OJ വിദ്യയെ ക്ഷണിച്ചുകൊള്ളു. നമുക്ക് പറ്റിയത് നമ്മൾ ലേറ്റ് ആയതിൻ്റെ ഒരു ബുദ്ധിമുട്ടെല്ലാം ഉണ്ടായിട്ടാണ്. കുറേ പരിപാടികൾ അവതരിപ്പിക്കാൻ ഇനി ആളുകളുണ്ട്, പക്ഷെ നമ്മൾ ലേറ്റ് ആയി ഇങ്ങനെ അവരെന്തോ കൺസെപ്റ്റ് അവരെന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അത് പറയാനുള്ള ഒരവസരം ആർക്ക് വേണമെങ്കിലും, അതായത് നമ്മുടെ മക്കൾക്ക് ആർക്ക് വേണമെങ്കിലും മുന്നോട്ട് പറയാം. ഇതിന്റെ ആ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആരാണ് മുന്നോട്ട് വരുന്നത്? നമ്മുടെ പുതിയ തലമുറയിൽ നിന്ന് ജസ്റ്റ് 1-2 വാക്കുകൾ പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു അഭിപ്രായം ഞാനിവിടെ കേട്ടു. ലിയാമിനേക്ക് എന്തോ പറയാനുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്, അല്ലേ? ഓക്കെ. പിന്നെ രാജേഷ് സാറിന്റെ മോള് മുന്നോട്ടോ. നമ്മുടെ പേരൻസിനെ പറ്റി, അതായത് ഞങ്ങളെ പറ്റി, ഞങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ നിങ്ങൾക്കൊരു കൺസെപ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? അപ്പൊ ഞങ്ങൾ മാറാൻ തയ്യാറാണ്, ശരിയാണെങ്കിൽ മാത്രം. ഓക്കെ. ആദ്യം തന്നെ ഓണാശംസകൾ നേരുന്നു. കുട്ടികളുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാരൻസ് എങ്ങനെയാണ്, അപ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതെന്നുള്ളത്. അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ വീട്ടിലെ കാര്യമില്ല. അപ്പോൾ എൻ്റെ പാരൻസിൻ്റെ പാരൻറ്റിങ് സ്റ്റൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നല്ല രീതിയിൽ തന്നെ പറയാനുള്ളത്, ഞാൻ വളർന്ന സാഹചര്യത്തിൽ എനിക്ക് LKG തൊട്ടെന്ന് പറയുന്നില്ല, ജനിച്ചപ്പോൾ തൊട്ട് എൻ്റെ അച്ഛനും അമ്മയും ഫോളോ ചെയ്ത എല്ലാ കാര്യങ്ങളും അതുപോലെയാണ് എനിക്ക് പറയാനുള്ളൂ. ഇപ്പം ഞാൻ പറയുന്നേക്കാം, ഫസ്റ്റ് ജനിച്ചതിനുള്ള ഒരു ഇൻസിഡൻറ്റ് പറയാം. ഇപ്പോൾ ന്യൂ ബോൺ ബേബീസിൻ്റെ ഫോട്ടോസ് അങ്ങനെ അധികം പോസ്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ന്യൂ ബോൺ ബേബീസിന് അധികം കുറേ ഇങ്ങനെ സോഷ്യൽ ഇൻട്രാക്ഷൻസ് കുറയ്ക്കുകയാണ് കുട്ടികളുമായിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്ന് വെച്ചാൽ ഞാനും എൻ്റെ ചേട്ടനും നമ്മൾ ജനിക്കുന്ന ആ ഒരു സമയം തൊട്ടേ അച്ഛനൊക്കെ സോഷ്യൽ ഇൻട്രാക്ഷൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് വളരെ കുറയ്ക്കാൻ ശ്രമിച്ചിരുന്നു. അത് ഇങ്ങനെ കുറേ ചെറിയ അസുഖങ്ങളൊക്കെ വരുന്നതിനേക്കാൾ നല്ലത് കുട്ടികളെ അവർക്ക് അറിയുന്ന ഒരു എൻവയോൺമെന്റിൽ കെറ്റ് ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ അന്നേരം തൊട്ടേ അച്ഛനും അമ്മയൊക്കെ പാരന്റിങ്ങിൽ ആ ഒരു ഇത് തുടങ്ങിയിരുന്നു. അപ്പോൾ ഫ്രം ഡേ 0 തൊട്ടേ അവർ പാരന്റിങ് സ്കിൽസ് അടിപൊളിയായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ പക്ഷെ അത് ചെറിയ കുട്ടിയായിരുന്നപ്പോഴാട്ടോ, പിന്നെ സോഷ്യൽ ഇന്ററാക്ഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, LKG തൊട്ട് സ്കൂളിൽ പോകുമ്പോൾ തൊട്ട് ഫസ്റ്റ് പറഞ്ഞത് കാര്യം എന്താ വെച്ചാൽ അച്ഛൻ്റെ അമ്മേനെ നമ്പർ ബൈഹാർട്ട് പഠിക്കാൻ പറഞ്ഞു. അത് എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ വരുമ്പോൾ ഫസ്റ്റ് അച്ഛൻ്റെ അമ്മേനെ നമ്പർ ബൈഹാർട്ട് പഠിക്കാൻ പറഞ്ഞിരുന്നു. പിന്നെ അന്നേരം തൊട്ട് പറഞ്ഞിരുന്നവരാണ്, ആരെങ്കിലും വന്ന് വിളിച്ചാൽ അച്ഛനും അമ്മയും വന്ന് വിളിക്കുമെന്ന് പറഞ്ഞാൽ പോകരുത്. കാരണം നമ്മളൊക്കെ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് ഈ തട്ടിക്കൊണ്ട് പോകുന്നതൊക്കെ ഉണ്ടായിരുന്നല്ലോ, കുഞ്ഞു പിള്ളേർ. അപ്പോൾ അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അന്നേരം തൊട്ട് അച്ഛൻ ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു, എല്ലാ ദിവസവും എല്ലാ വീക്കിലും പഠിപ്പുര എന്ന് പറഞ്ഞിട്ട് മലയാളം ഒരു സപ്ലിമെന്റ് ഉണ്ട്. അത് എല്ലാ ആഴ്ചയും വായിപ്പിക്കുമായിരുന്നു. വായിക്കാൻ പഠിച്ചപ്പോൾ തൊട്ട് ചെറുതായിട്ട് വായിക്കാൻ പഠിക്കുമ്പോൾ തൊട്ട് തന്നെ നമ്മളൊക്കെ കൊണ്ടുതന്നെ അതൊക്കെ വായിപ്പിക്കുമായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ അച്ഛനമ്മയുടെ ഒരു ഗുഡ് ക്വാളിറ്റി ആയിട്ട് തോന്നുന്നത് എന്താ വെച്ചാൽ, ഇപ്പം ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒരിക്കലും അവർ പറഞ്ഞ് ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. എല്ലാത്തിനും നോ എന്ന് പറയാണ്ട് എന്തെങ്കിലും തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നോ എന്ന് പറഞ്ഞിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നമ്മളെക്കാൾ മുന്നിൽ ഉഷാറായിട്ട് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എനിക്ക് എല്ലാവരുമായിട്ട് പൊതുവായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, കുട്ടികളുടെ സപ്പോർട്ട് ചെയ്യും. എല്ലാ കാര്യങ്ങൾക്കല്ല, അവർ ചെയ്യുന്ന തെറ്റുകളെ സപ്പോർട്ട് ചെയ്യണമെന്നല്ല പറയുന്നത്. അവർ ചെയ്യുന്ന ഒരു കാര്യം നല്ലതാണെങ്കിൽ അവരതിൽ എങ്ങനെ ഉണ്ടാവും, അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് അവരെങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു കൺസേൺ ഉള്ളതുകൊണ്ട് വേണ്ടെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അവരെ ഒന്ന് അതിലോട്ട് വിട്ടിട്ട് അവരെങ്ങനെയാണെന്ന് കാണുന്നില്ല. അപ്പോൾ എനിക്ക് എത്രയാണ് പറയാനുള്ളത്. പിന്നെ എൻ്റെ അച്ഛനും അമ്മേൻ്റെയും പാരന്റിങ് എനിക്ക് നല്ല ഇഷ്ടമാണ്. താങ്ക് യു. അതിങ്ങനെ ഓപ്പണായിട്ട് നമുക്ക് ഒരു മറുപടി പറയാനുള്ളത്, അതൊക്കെ ഒരു വലിയ ഒരു ഇതായിട്ട് ഞാൻ കാണുകയാണ്. പ്രത്യേകം അഭിനയിക്കുന്നു. അതിൽ വേറെ ഒരാളും കൂടെ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ കാനഡയിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ പലപ്പോഴും അവിടെ കണ്ട ഒരു കാര്യം, ഇവിടുത്തെ പാരൻസിലും കൂടി അത് വേണമെന്ന് ഞാൻ തോന്നിയത് ഇതാണ് കാര്യം. നമ്മുടെ ഇവിടുത്തെ പാരൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞിട്ടും അവർക്ക് വേണ്ടി വീണ്ടും കഷ്ടപ്പെടുന്ന പാരൻസിനാണ് കാണുന്നത്. അവസാനം എന്താണ് സ്ഥിതി,
അവർ ഓൾഡ് ഏജ് ഹോമിലോ അല്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും താങ്ങായിട്ട് ഭാര്യയും ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവ് ഉണ്ടാവുള്ളൂ. അത് മാറ്റിയിട്ട് മക്കളെ പഠിപ്പിക്കുന്നവരെ മാത്രം നിങ്ങളുടെ കടമയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി സേവ് ചെയ്യുക. നിങ്ങളുടെ ആ പൈസ സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാം, ഇഷ്ടമുള്ളത് കഴിക്കുക. അവസാനം ഈ ഓൾഡ് ഏജ് ഹോമിൽ കിടക്കേണ്ടി വന്നാലും ബുദ്ധിമുട്ടി കിടക്കേണ്ടി വന്നാലും നിങ്ങളുള്ളൊരു നല്ലൊരു മെമ്മറി ഉണ്ടായിരുന്നു. അവസാനം വരെ ഈ മക്കൾക്ക് പണിയെടുത്ത് അവസാനം മക്കൾ നോക്കുന്നില്ല എന്നുള്ള വിഷമം ഉണ്ടാകുന്നതിന് പകരം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സേവ് ചെയ്ത് ചുമതല വെച്ച് ഹസ്ബൻഡും വൈഫും ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് പോവാത്ത സ്ഥലങ്ങളിൽ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് അവസാന സമയത്ത് റിഗ്രറ്റ് ഉണ്ടാവും. ഞാനത് അവിടെ കണ്ട കാര്യമാണ്. പാരൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ 18 വയസ്സ് വരെ പഠിപ്പിക്കും മക്കളെ. അത് കഴിഞ്ഞിട്ട് പാരൻസ് സേവ് ചെയ്ത് അവർക്ക് വേണ്ടി ചെയ്യും. അപ്പം എനിക്കറിയാം കോൺസെപ്റ്റ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എന്നാലും ഇത് ട്രൈ ചെയ്യാൻ അവസാന കാലത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടാവും നിങ്ങളുടെ കൂടെ മണിക്കുമ്പോൾ. നമ്മുടെ മലയാളീസിന്റെ തന്നെയാണ് പറഞ്ഞത്. കാരണം നമ്മളിങ്ങനെ ആയുഷ്കാലം ഇങ്ങനെ സേവ് ചെയ്യുകയാണ്, ആയുഷ്കാലം സേവിങ്ങാണ്, നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അവർ പറഞ്ഞത് അതായത് അവർക്ക് വേണ്ടി അവർ പഠിക്കാനുള്ള സപ്പോർട്ട് കൊടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നമ്മുടേതായ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകാൻ നല്ലൊരു അഭിപ്രായമാണ്. പ്രത്യേകം വേറെ ഇപ്പോൾ ലിയാമലിയൊക്കെ എന്താ പറയാൻ മുഖം കാണുമ്പോൾ നമുക്ക് തോന്നുന്നു. ഒരു പുതിയ തലമുറ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭാവി രൂപീകരിക്കുന്നത് കുട്ടികളാണെന്ന് പറയുമ്പോൾ ആ കുട്ടികളെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഡേ 0 തൊട്ട് നമ്മൾ ട്രെയിൻ ചെയ്താൽ മാത്രമേ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭാവി ശരിക്കും പറഞ്ഞാൽ സെക്യൂർ ആയിട്ടുള്ള ഹാൻഡ്സിൽ, കേപ്പബിൾ ആയിട്ടുള്ള ഹാൻഡ്സിൽ നമുക്ക് ലീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് വളരെയേറെ യഥാർത്ഥമുള്ള ഒരു കാര്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കുട്ടികളുടെ നർച്ചർ ചെയ്യേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് ഓണസ്റ്റിയാണ്. സത്യസന്ധത എന്ന് പറയുന്നത് കുട്ടികളുടെ എപ്പോഴും വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിപ്പം പാരൻസിൽ ഏറ്റവും കൂടുതൽ ശിക്ഷിക്കേണ്ടത് അങ്ങനെയാണ്. ബൈബിളിൽ പറയുന്നുണ്ട് ശിക്ഷണം അനിവാര്യമാണ്, കുട്ടികളെ ശിക്ഷിക്കേണ്ടടുത്ത് ശിക്ഷിക്കണം. ഇല്ലെങ്കിൽ അതിനെ പാരൻസിനെയാണ് ബൈബിളിനെ കുറിച്ച് പറയുന്നത്, ശിക്ഷിക്കുന്നില്ലെങ്കിൽ. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാരൻസിൻ്റെ കടമയാണ്, അത് അങ്ങനെ തന്നെ ചെയ്യണം. ശിക്ഷിക്കേണ്ടടുത്ത് ശിക്ഷിക്കണം, നോ പറയേണ്ടടുത്ത് നോ പറയണം. ഇപ്പം ചില കാര്യങ്ങളിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് തിരിച്ചു പറയുന്ന ഒരു സ്വഭാവമുണ്ട്, പക്ഷെ പണ്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അതിപ്പം എൻ്റെ കാലത്ത് നിന്ന് പറയുന്ന ചിലവരൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് ഞാൻ പറയാൻ പറ്റത്തില്ല. അങ്ങനെ പഴയ കാലങ്ങളിൽ നോ പറഞ്ഞാൽ നോ അത്രേ ഉള്ളൂ അവിടെ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, നോ പറഞ്ഞു കഴിഞ്ഞാൽ പുറകെ നടക്കും. അച്ഛ പ്ലീസ് അച്ഛ പ്ലീസ് അച്ഛ. എന്താ ചില ഫ്രണ്ട്സ് എല്ലാവർക്കും ഉണ്ട്, എനിക്ക് മാത്രമില്ല. എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം. അവർക്കുണ്ട്, ആ ശ്യാമളയുടെ മോൾക്കുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ അമ്മ പറയും, ഓ ശ്യാമളയുടെ മോൾക്കുണ്ടാവും, എന്നാൽ പിന്നെ എൻ്റെ മോൾക്കും വേണം. മോൾ അച്ഛനോട് പറഞ്ഞിട്ട് ആ സാധനം വാങ്ങിപ്പിക്കും. അതെന്താണ്? നോ പറഞ്ഞാൽ അത് നോയാണ്. ചില കാര്യങ്ങളിൽ കുട്ടികൾക്ക് അവിടെ ജയിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു മനോഭാവം കുട്ടികൾക്ക് വേണം. എല്ലാത്തിലും നമ്മൾ ജയിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചോദിച്ചാലും അത് ചിലർക്ക് മാത്രമാണ് കേട്ടോ, ഞാൻ കുറ്റം പറയുന്നല്ല, ചിലർക്ക് മാത്രം. അത് കഴിഞ്ഞ് പിന്നെയുള്ളത് നമ്മൾ ഫ്രണ്ട്സ് ആവേണ്ടടുത്ത് ഫ്രണ്ട്സ് ആവണം. പക്ഷേ 2 കൺട്രീസിൽ ദിലീപ് പറയുന്ന പോലെ അവിടെ പുറത്തൊക്കെ ഫാമിലി ഫ്രണ്ട്സാണ്, ഇവിടെ മിണ്ടാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല എന്നൊക്കെ ചെറിയ തമാശയായിട്ട് പറയുന്നതാണെങ്കിലും അത് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യാഥാർത്ഥ്യമായിട്ടുള്ള കുറേ ഫാമിലീസ് ഉണ്ട്. ഇവിടെ നല്ല ഈ കേരളത്തിൽ അത് നാട്ടുകാരായിട്ട് ഞാൻ പറഞ്ഞു, ഒരു ഭാരത കാര്യമാണ് പറയുന്നത്.
അതെ പ്രശ്നം. പിന്നെ നമ്മൾ കുട്ടികളോട് കുറച്ചുകൂടെ ടൈം സ്പെൻഡ് ചെയ്യാം. എനിക്കറിയാം നിങ്ങൾ പാരൻസ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർക്ക് ചെയ്യുന്ന മൊത്തം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പിള്ളേർക്ക് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ടൈം കുട്ടികളോട് സ്പെൻഡ് ചെയ്യണം. അവരെ പിന്നെ കുട്ടികൾ കുഞ്ഞിതാകുമ്പോൾ തൊട്ട് ബാലപാഠങ്ങൾക്ക് പഠിക്കാൻ തുടങ്ങണം. ബുക്സ് വായിക്കാൻ കൊടുക്കണം. അതിപ്പം ഞാൻ ആദ്യമായിട്ട് വായിച്ച പുസ്തകം നാറാണത്ത് ഭ്രാന്തൻ. എനിക്കറിയാം. താങ്ക് യു വെറുതെ അല്ല ഞാനിങ്ങനെ നിൽക്കുന്നത് ഇവിടെ. നാറാണത്ത് ഭ്രാന്തൻ. അതിനകത്ത് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുള്ളൊരു സംഭവമുണ്ട്. ഈ നാറാണത്ത് ഭ്രാന്തൻ രാവിലെ തൊട്ട് ഈ കല്ല് ഉരുട്ടി മേലെ കൊണ്ട് കയറ്റി വെക്കും. എന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് വിട്ടും ഒരു മലയുടെ പൊക്കത്ത് വരെ കയറ്റി വെക്കും. എന്നിട്ട് താഴേക്ക് ഉരുട്ടിയിട്ടിട്ട് അവിടെ കിടന്ന് ചിരിക്കും. വെറുതെ അർത്ഥമില്ല. പക്ഷേ ആൾക്ക് ഭ്രാന്താന്ന് ആൾക്കറിയാം. അയാൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭ്രാന്താണ്, നിങ്ങൾക്ക് ഭ്രാന്താണ്. അയാൾ പറഞ്ഞ കേട്ടോ, ഞാൻ പറഞ്ഞില്ല. അയാൾ നമുക്ക് എല്ലാവർക്കും ഭ്രാന്താണ്. പക്ഷെ വ്യത്യാസം എന്ന് പറയുന്നത് എനിക്ക് ഭ്രാന്തുണ്ടെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഇങ്ങനെയാ ചില കാര്യങ്ങൾ നമുക്കിനി ചെയ്യാൻ പറ്റും. അതെന്തൊക്കെയാണ് നമുക്ക് അറിയാം. പക്ഷെ അതങ്ങോട്ട് പാവത്തിലായി വരുന്നില്ല. നമ്മൾ നേരത്തെ ഓൾഡ് പാരന്റിങ് തന്നെ പോവുകയാണ്. പക്ഷെ കാലം മാറി. നമുക്കറിയാം നമ്മുടെ പാരൻസ്, നിങ്ങളുടെ പാരൻസ്, ഞാൻ റിലേറ്റഡ് ആവുന്നുണ്ട്. നിങ്ങളുടെ പാരൻസ് നിങ്ങളെ വളർത്തി നല്ല സുന്ദരികളൊക്കെ ആയിട്ട് എൻ്റെ മുന്നിൽ കുറേ പേര് നിൽക്കുന്നുണ്ട്. നിങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ കാലം മാറിയപ്പോൾ പാരന്റിങ്ങിന്റെ സ്റ്റൈൽ ശരിക്കും മാറാനുണ്ട്. നിങ്ങൾ നേരത്തെ പോലെ തന്നെ പോയി കഴിഞ്ഞാൽ പിള്ളേർ ക്വസ്റ്റ്യൻ ചെയ്യും. ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ചെയ്യും. അത് നിങ്ങളുടെ പ്രശ്നമല്ല, നിങ്ങളുടെ പാരൻസിന്റെ പ്രശ്നമാണ്. നിങ്ങളുടെ പാരന്റിങ് സ്റ്റൈലിന്റെ പ്രശ്നമാണോ? കാലത്തിന്റെ പ്രശ്നമാണ്. കാലഘട്ടം മാറി, പാരന്റിങ് സ്റ്റൈൽ മാറണം. ഇല്ലെങ്കിൽ മാധവിക്കുട്ടി എഴുതിയ കഥയിലെ അമ്മ പോലെ ഇരിക്കേണ്ടി വരും. ആരോരും ഇല്ലാതെ പച്ചക്കറിയും വാങ്ങി ഒരു മെർസിഡീസ് ബെൻസിന്റെ കാറും ഇടിച്ച് ഹോസ്പിറ്റലിൽ പോകേണ്ട ഗതി വരും. പക്ഷേ രാഷ്ട്രത്തിന്റെ ഭാവി കുട്ടികളുടെ കയ്യിലല്ല, കുട്ടികളെ നഴ്സറി ചെയ്യുന്ന അമ്മമാരുടെയും അച്ഛന്മാർക്കും അതിന് കേട്ടോ ഭാഗവതമുണ്ട്. പിന്നെ ഭർത്താവ് ഭാര്യയോട് പറയാം, നീ ഭർത്താവിന്റെ കാര്യം നോക്കിക്കോ, ഞാൻ പൈസ കൊണ്ട് വരാം. പറ്റത്തില്ല. ഫാദേഴ്സിനും ശരിക്കും നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് പാരന്റിങ്ങില്. ഫാദേഴ്സും മദേഴ്സും അവര് എന്ത് തെറ്റ്, അതായത് അവരുടെ പാരന്റിങ് സ്റ്റൈൽ ശരിയാണോ തെറ്റാണോ എന്നല്ല, അവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നോ എന്നുള്ളതിലാണ് ശരിക്കുള്ള കാര്യം. അവർ ചിലപ്പോൾ തെറ്റായ പാരന്റ്സിലേക്ക് പോട്ടെ, ചിലപ്പോൾ. പക്ഷെ അവർ പോകുവാണെങ്കിൽ ഒരുമിച്ച് പോകണം, നിൽക്കുവാണെങ്കിൽ ഒരുമിച്ച് നിൽക്കണം, മര്യാദയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുമിച്ച് ചെയ്യണം. ഇനി ഒന്നും കൂടി ഒരു കുറച്ച് കാര്യം, രാഷ്ട്രത്തിന്റെ ഭാവി പാരന്റ്സിന്റെ കയ്യിലാണ്. താങ്ക് യു. അല്ലേ? ഏതെല്ലാം അടിപൊളി. ലിയാമരി എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9ാം ക്ലാസ്സിൽ വലിയ വാക്കുകളാണ് പറഞ്ഞത്. ഞാൻ ആദ്യം ഓർത്ത് വെച്ച കാര്യങ്ങളെല്ലാം മറന്നുപോയി. കുറേ കാര്യങ്ങൾ പറഞ്ഞു ലിയാമരിയ. പാരൻസുമായി ബന്ധപ്പെട്ട പാരൻസ് ശിക്ഷണത്തിന്റെ കാര്യത്തിൽ. അപ്പം നമ്മുടെ പാരൻസ് നമ്മളെ ശിക്ഷിച്ച രീതിയിൽ ഇവരെ ശിക്ഷിച്ചാൽ ശരിയാവില്ലെന്ന് തന്നെയാണ് അവർ പറയുന്നത്. കാലഘട്ടത്തിന്റെ മാറ്റമനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവണം അവർ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, കുറേ കാര്യങ്ങൾ, കുറഞ്ഞ സമയം കൊണ്ട് കുറേ കാര്യങ്ങൾ. നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ കഴിവുള്ള കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമുക്ക് സമയം കുറവായി പോയി. കാരണം നമ്മുടെ ടൈം വളരെ കുറവായി പോയി. നമ്മൾ 4:30 തുടങ്ങേണ്ട പരിപാടി 6:30 പോയി. 2 മണിക്കൂർ പോയി. അല്ലെങ്കിൽ ഇതുപോലുള്ള ഇനിയും കുട്ടികളെ ഇതുപോലെ സംസാരിക്കാൻ കഴിവുള്ള ആളുകളുണ്ട്. നെക്സ്റ്റ് ടൈം നമുക്കാവാം. ഇത് പേരൻസിന്റെ ഭാഗത്ത് എന്തെങ്കിലും വേണോ? ഏതായാലും വരിക. അതുപോലെ തോമസിന്റെ മോന്റെ പേര് അശ്വിൻ. പിന്നെ ആദ്യം നമ്മുടെ രാജസ്ഥാനിന്റെ മോള്. 3 പേര് മുന്നോട്ട് വരിക. ഒരു ഗിഫ്റ്റ് നമ്മുടെ PYCയുടെ ഒരു ഗിഫ്റ്റ് നമ്മുടെ പ്രസിഡന്റ് ജെയിംസ് ടെക്രാല് കൈമാറും. ലിസ മരിയയ്ക്ക് ഫസ്റ്റും സെക്കൻഡും കൊടുക്കണം. അല്ല, ഇതിനകത്ത് പ്രൈസ് ഇല്ല. 3 പേരും കരുത്തോടെ മുന്നോട്ട്. 3 പേരും ഒട്ടും മോശക്കാരല്ല. 3 പേരും കഴിവ് തെളിയിച്ച ആൾക്കാരാണ്. ഒന്ന് കൈയെടുത്ത് പ്രോത്സാഹിക്കും. ഓക്കെ, താങ്ക് യു. അടുത്ത പരിപാടിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്തത് പുരുഷന്മാർക്കുള്ള സാരി ഉടുക്കൽ മത്സരമാണ്. ആദ്യം വരുന്ന 5 പുരുഷന്മാർക്ക് അവസരമുണ്ട്. എത്രയും പെട്ടെന്ന് 5 പേര് സ്റ്റേജിലേക്ക് വരിക. നിങ്ങൾ ഉടുപ്പിച്ചു കൊടുക്കും. അതില് ജഡ്ജസ് സ്ത്രീകളാണ്. 3 പേര് വനിതകളുടെ ഇടയിൽ നിന്ന് കടന്നു വരിക. ജഡ്ജസ് ജെയിംസ് ഇല്ലേ? ആദ്യം വരുന്ന 5 പേർക്ക് അവസരം ഉണ്ടായിരിക്കുന്നതാണ്. സ്റ്റേജിലേക്ക് കടന്നു വരിക. സാരി
നല്ല അടിപൊളി സാരികളാണ്. ആ സാരി ഉടുത്ത് പുരുഷന്മാരെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കുന്നു. എത്രയും പെട്ടെന്ന് കടന്നു വരിക. ഈ മത്സരത്തിൽ ചാലഞ്ച് ചെയ്ത് നിൽക്കുന്ന PYC മെമ്പർമാർ എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് കടന്നു വരിക. 5 പേർക്കാണ് അവസരം. 3 സ്ത്രീകൾ ആരൊക്കെയാണ്? എടുപ്പിക്കാനല്ല, നിങ്ങൾ 5 ആളെ 5 പേരായിട്ടുണ്ട്. നമ്മുടെ ഭാര്യമാരെ നമ്മളെ പഠിപ്പിച്ചു കൊടുക്കട്ടെ നേരത്തെ.
അപ്പോൾ നമ്മുടെ പ്രസിഡന്റ് തന്നെയാണ് 50 തവണ ചെയ്തത്. അപ്പോൾ പുഷപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഫിഗർ പുഷപ്പ് ഉണ്ട്, നീ പുഷപ്പ് ഉണ്ട്, കൈയുടെ ഇത് മാത്രം കുത്തിയിട്ടാണ്. പുഷപ്പ് ഒരു വിരല് മാത്രം കുത്തിയിട്ടോ കയ്യിൽ മാത്രം കുത്തിയിട്ടല്ല, പുഷപ്പ് മാത്രം കുത്തി കൊടുക്കുന്നതല്ല. അപ്പോൾ ഓൾ പുഷപ്പ് ഉണ്ട്. അപ്പോൾ അത് അദ്ദേഹം 50 തവണ ചെയ്തു. വളരെ സന്തോഷം. സമ്മാനം കൊണ്ട് ഫോണ് കണ്ടെത്തുന്നതിനും എല്ലാ മേഖലയിലും കരുത്ത് തെളിയിച്ച നമ്മുടെ കരുത്തനായ പ്രസിഡന്റാണ്. പ്രസിഡന്റിനെ ക്ഷണിച്ചു കൊടുക്കും. സമ്മാനം നൽകുന്നതിന് വേണ്ടി ഓർമ്മിപ്പിക്കുന്നു. രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്ന 2 പേരാണ്. ഒന്ന് ബാബു ആയോട്, 2 ബിനേഷ്. 2 പേരെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പ്രോത്സാഹന സമ്മാനം 2 പേർക്കുണ്ട്. ഒന്ന് ഋഗ്വേദ്, ജിയോ ജോർജ്. 2 പേര് സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. സമ്മാനം നൽകുന്നതിന് വേണ്ടി രാജേഷ് സാറിനെ ക്ഷണിക്കുന്നു. പ്രോത്സാഹന സമ്മാനം 2 പേർക്കുണ്ട്. ഋഗ്വേദ്, ജിയോ ജോർജ്. 2 പേരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. സമ്മാനം നൽകുന്നതിന് സെക്രട്ടറി ക്ഷണിക്കുന്നു. അടുത്ത ഒരു വർഷത്തോടുകൂടി നമ്മുടെ ഇന്നത്തെ കായിക മത്സരങ്ങൾ അവസാനിക്കുന്നു. അതിനുശേഷം ഇവരുടെ നമ്മുടെ സംഘാടകർ പറയുന്നത് പുരുഷന്മാരുടെ കമ്പോലി മത്സരമാണ്. അതാണ് അതിന്റെ ക്യാപ്റ്റന്മാരുടെ ബെന്നി, ബെന്നി. അപ്പോൾ 2 ബെന്നിമാരെ നോക്കിയിട്ടാണ് ടീം വിളിക്കുന്നത്. ആദ്യത്തെ 1ാമത്തെ ആളെ ഞാൻ വിളിക്കാൻ പോകുന്നത്. ആർക്കും എതിർപ്പുണ്ടോ? ബാബു ആയോട്, ബാബു ആയോട്. ജെയിംസ് തേക്കല. ജിത്തു തോമസ് സജീവൻ സാർ. സമ്മാനം കരസ്ഥമാക്കിയ അൽഫോൻസ് സ്റ്റേഷനിലേക്ക് ക്ഷണിക്കുന്നു. ഉപഹാരം സമർപ്പിക്കുന്നതിന് പ്രതികരണം ക്ഷണിക്കുന്നു. അടുത്തായിട്ട്
ഇതിനടുത്ത് ഒരു കസേര മാറ്റും. ഒരാൾ കസേര മാറ്റാൻ വേണ്ടി ഇരിക്കുക. ഓക്കെ. ഓക്കെ, ഒരു കസേര യെസ്, പ്രതികരിക്കാൻ ഒരു കസേര അറിവില്ല. ക്യാപിറ്റൽ കൂടാൻ എല്ലാവരും ഓപ്പോസിറ്റ് ഓക്കെ. എല്ലാവരും ഓർമ്മ തുടങ്ങിയാണ്. ഓക്കെ ഓക്കെ.
സമ്മാനം കരസ്ഥമാക്കിയ അൽഫോൻസ് ശിശുവിനെ ക്ഷണിക്കുന്നു. ഉപഹാരം സമർപ്പിക്കാതെ പ്രതികരണം ക്ഷണിക്കുന്നു. അടിപൊളി സമ്മാനങ്ങളാണ്. അടുത്തായിട്ട്